ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അടുത്തിടെ ചെയ്ത ഒരു ഡ്രാമയുടെ ഫുൾ വീഡിയോ കണ്ടാലോ? ഈ സ്റ്റോറിയുടെ വൺ ലൈൻ എന്തെന്ന് വെച്ചാൽ, ഒരു വൈഫായാലും ഒരു അമ്മയായാലും പകുതിക്ക് വെച്ച് കുടുംബം വേണ്ടെന്ന് വെച്ച് പോയി കഴിഞ്ഞാൽ ആ കുടുംബം എത്രത്തോളം കഷ്ടപ്പെടുമെന്നും, അതുമാത്രമല്ല അവർ തിരികെ എത്തുമ്പോൾ അവരെ ഹസ്ബൻഡായാലും മകനായാലും അംഗീകരിക്കുമോ, പിന്നീട് അവർക്കിടയിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതൊക്കെയാണ് സ്റ്റോറി. അതുമാത്രമല്ല വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ലവ് സ്റ്റോറി കൂടിയാണത്, പിന്നെ ഇമോഷണലുമാണ്. അപ്പോൾ ഡ്രാമ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ഓപ്ഷൻ കൊടുക്കാനും മറക്കണ്ട. അപ്പോൾ ടൈം വേസ്റ്റ് ചെയ്യാതെ ഡ്രാമയിലേക്ക് കടക്കാം. ഡ്രാമയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ ഹീറോയിനായ യാങ്ങിനെയാണ് കാണിക്കുന്നത്. അവളൊരു വലിയ വയലിനിസ്റ്റ് ആയിരുന്നു, വളരെ ഫേമസ് ആണ്. അതുമാത്രമല്ല തുടരെ തുടരെ വിദേശത്തേക്കൊക്കെ പോയി ഒരുപാട് പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യായിരുന്നു. ഇപ്പോഴും അതുപോലെ വിദേശത്ത് പോയൊരു പ്രോഗ്രാം അവൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ കഥയിലെ ഹീറോയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അവന്റെ പേര് ജിൻ എന്നാണ്. വളരെ ധനികനാണ്. ജിന്നും യാങ്ങുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം 5 വർഷം കഴിഞ്ഞിരിക്കുന്നു. 5 വയസ്സായ ഒരു മകനും ഇരുവർക്കുമുണ്ട്. കുഞ്ഞിന് 2 വയസ്സായപ്പോൾ ഹീറോയിൻ അവരിരുവരെയും വിട്ടുപോയതാണ്. ഇപ്പോൾ 3 വർഷം കഴിഞ്ഞിരിക്കുന്നു അവള് തിരിച്ച് നാട്ടിലേക്ക് എത്തിയിട്ട്. ജിന്നിന്റെ കാര്യങ്ങൾ പോയിട്ട് കുഞ്ഞിന്റെ കാര്യങ്ങളെ കുറിച്ച് പോലും അവള് വിളിച്ച് അന്വേഷിക്കാറില്ലായിരുന്നു. ഇപ്പോൾ മകന്റെ ബർത്ത്ഡേ വരുന്നത് കൊണ്ട് തന്നെ ഹീറോ ആവട്ടെ അവളുടെ അസിസ്റ്റന്റിനെ വിളിച്ചിട്ട് ഈ ബർത്ത്ഡേക്കെങ്കിലും അവള് നാട്ടിലേക്ക് എത്തുമോ എന്ന് തിരക്കുന്നുണ്ട്. എന്നാൽ അസിസ്റ്റന്റ് ആവട്ടെ യാങ് വളരെ ബിസിയാണെന്നും ഒരു പ്രോഗ്രാമിലാണെന്നും അവരെ വിളിച്ച് സംസാരിക്കേണ്ട അത്യാവശ്യ കാര്യം എന്തെങ്കിലും ഉണ്ടോ എന്ന് തിരക്കുമ്പോൾ അതൊന്നും വേണ്ട, വിളിക്കേണ്ടെന്ന് പറഞ്ഞു തന്നെ ഹീറോ കോള് കട്ട് ചെയ്യുന്നുണ്ട്. ഈ പെൺകുട്ടിയാണ് ഹീറോയിന്റെ അസിസ്റ്റന്റ്. ആ പെൺകുട്ടിയാവട്ടെ ചാടിത്തുള്ളി തന്നെ ഇന്നത്തെ പ്രോഗ്രാം വളരെ നല്ലതായിരുന്നു എന്ന് പറഞ്ഞ് ഹീറോയിന്റെ അടുത്തേക്ക് ചെല്ലുകയും തുടർന്ന് ഹീറോ വിളിച്ചിരുന്നുവെന്നും മകന്റെ ബർത്ത്ഡേ ആണെന്നും ഈ ബർത്ത്ഡേക്കെങ്കിലും തിരിച്ച് നാട്ടിലേക്ക് എത്തുമോ എന്ന് ചോദിച്ചിരുന്നു എന്ന് കേട്ടപ്പോൾ അവൾ അവിടെയൊന്നും കേട്ട ഭാവം പോലും നടിക്കാതെ നടന്നു പോകുന്നു. എന്നാൽ ലൈറ്റ് ആയപ്പോഴേക്കും ഹീറോയിന് തീരെ വയ്യാതാവുകയും അവൾ ഹോസ്പിറ്റലൈസ്ഡ് ആവുകയും ചെയ്യുന്നുണ്ട്. ട്രിപ്പ് ഇട്ടിരിക്കുന്ന സമയത്ത് ഒരു കുഞ്ഞിനെയും അമ്മയെയും അവൾ കാണാനിടയാവുന്നുണ്ട്. ആ കുട്ടിക്ക് ഉടനടി തന്നെ എന്തോ ഒരു ഓപ്പറേഷൻ വേണ്ടി വരും. പക്ഷെ ആ സ്ത്രീയുടെ കയ്യിൽ പണമില്ലായിരുന്നു. അവരൊരു സിംഗിൾ പേരന്റ് ആയിരുന്നു. സർജറിക്കുള്ള പണത്തിന് വേണ്ടി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് തന്നെ ആ സ്ത്രീ ആവട്ടെ മകനെ ചേർത്ത് പിടിച്ച് കരയുന്നുണ്ട്. ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ ഹീറോയിന്റെ ഉള്ളിൽ വല്ലാത്ത വേദന തോന്നുകയും അവളുടെ കുഞ്ഞിനെ പറ്റി അവൾ ഓർക്കുകയും ചെയ്യുന്നു. ഉടനടി തന്നെ ഹീറോയിനാവട്ടെ താനാണ് പേ ചെയ്തതെന്ന് അവരൊരിക്കലും അറിയരുതെന്ന് പറഞ്ഞ് ആ കുട്ടിയുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ളതും സർജറിക്ക് വേണ്ടിയിട്ടുള്ള പണവും അടയ്ക്കുന്നുണ്ട്. തുടർന്ന് അസിസ്റ്റന്റിനോട് എനിക്ക് ചൈനയിലേക്ക് പോകണമെന്നും പെട്ടെന്ന് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യാനും അവൾ ആവശ്യപ്പെടുന്നുണ്ട്. ജിന്നിന്റെ യാങ്ങിന്റെ വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷമായെങ്കിൽ പോലും ഇതുവരെയും അവന്റെ മുഖത്ത് നോക്കി ഒരു വാക്ക് പോലും അവൾ സംസാരിച്ചിരുന്നില്ല. ഇപ്പോൾ ഫ്ലാഷ് ബാക്കിൽ എന്താണ് നടന്നതെന്നാണ് കാണിക്കുന്നത്. 5 വർഷങ്ങൾക്ക് മുമ്പ് ഹീറോയിന്റെ കുടുംബ ബിസിനസ് ആവട്ടെ നഷ്ടത്തിലാവുന്നു. ആ സമയത്താണ് ഹീറോ അവളുടെ അടുത്ത് എത്തിയിട്ട് അവളുടെ ബിസിനസിന്റെ നഷ്ടമെല്ലാം പരിഹരിക്കാമെന്നും അവരുടെ ബിസിനസിന് താങ്ങായി നിൽക്കാം, പക്ഷേ അവൾ തന്നെ വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. എന്നാൽ ഹീറോയിനാവട്ടെ ഷെങ് എന്ന് പറയുന്ന ഒരു പയ്യനുമായി പ്രണയത്തിലായിരുന്നു. ഈ ഒരു അവസ്ഥയിലെ കുടുംബ ബിസിനസ് നിൽക്കുമ്പോൾ അവളെ ബ്ലാക്ക്മെയിൽ ചെയ്തല്ലോ എന്നൊരു ചിന്ത അവളുടെ ഉള്ളിൽ തോന്നുകയും അതുമൂലം തന്നെ ഹീറോയോട് വല്ലാതെ ദേഷ്യം തോന്നുകയും ചെയ്യുന്നു. കുടുംബത്തിന്റെ ബിസിനസ് രക്ഷിക്കാനും അച്ഛനമ്മമാരെ കടക്കണിയിലേക്ക് പറഞ്ഞു വിടാതിരിക്കാനും അവൾ ആ വിവാഹത്തിനൊടുവിൽ സമ്മതിക്കുന്നു. അതുമാത്രമല്ല വിവാഹം കഴിഞ്ഞ ദിവസം തന്നെ അവരൊരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ ഹീറോയിൻ ഒരിക്കലും അതിൽ സന്തുഷ്ടയായിരുന്നില്ല. ഇഷ്ടപ്പെടാത്ത ഒരാളെ വിവാഹം കഴിക്കുകയും തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്താണ് വിവാഹം കഴിച്ചതെന്നൊരു മട്ടിൽ തന്നെ വിരക്തി അവളുടെ ഉള്ളിൽ ഉടലെടുക്കുന്നുണ്ടായിരുന്നു. ജിന്നിനോടുള്ള ദേഷ്യം മൂലം തന്നെ 3 മാസങ്ങൾക്ക് ശേഷം ഹീറോയിനാവട്ടെ ആ വീട് വിട്ടു പോകാൻ തീരുമാനിക്കുന്നു. എന്നാൽ ആ ടൈമിൽ തന്നെയായിരുന്നു 2 മാസമായി അവൾ ഗർഭിണിയാണെന്നുള്ള വിവരവും ഹീറോ അറിയുന്നത്. തന്നെ ഈ ഒരു അവസ്ഥയിൽ വിട്ടിട്ട് പോകരുതെന്നും തന്റെ കുഞ്ഞാണ് നിന്റെ ഉള്ളിൽ വളരുന്നതെന്നും അതുകൊണ്ട് തന്നെ ഈ സിറ്റുവേഷനിൽ ഇവിടം വിട്ട് പോകരുതെന്നും അവൻ യാചിക്കുന്നുണ്ട്. എന്നാൽ അവൻ പറയുന്നൊന്നും ഉൾക്കൊള്ളാൻ അവൾ തയ്യാറായതുമില്ല. അവിടം വിട്ട് വീണ്ടും പോകാനായി തുനിഞ്ഞിറങ്ങുന്നു. എന്നിരുന്നാലും ഹീറോ ആവട്ടെ വളരെ പാവമായിരുന്നു. ഒടുവിൽ അവൻ അവളുടെ കാൽക്കൽ വീഴുന്നുണ്ട്. തന്റെ കുഞ്ഞിന് ജന്മം നൽകിയിട്ട് എവിടെ വേണേലും പൊക്കോളാനും അവൾക്ക് ഇഷ്ടമുള്ള കണക്കിന് അവളുടെ ഫ്രീഡം ആസ്വദിച്ചോളാനും അവൻ വാക്കു കൊടുക്കുന്നുണ്ട്. അവളുടെ ഇഷ്ടം പോലെ അവൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നും അതിന് താനൊരു തടസ്സമാവില്ല എന്നും അവൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. പിന്നീട് യാങ്ങിനും ജിന്നിനും ഇടയിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാവാനുള്ള കാരണം എന്താണെന്നുള്ളതാണ് കാണിക്കുന്നത്. ഇത്രയും നാളും ഹീറോയിൻ ഹീറോയെ കുറിച്ച് വിചാരിച്ചു വെച്ചിരുന്ന എന്തെന്ന് വെച്ചാൽ അവളുടെ കുടുംബ ബിസിനസ് അവൻ തന്നെയാണ് അവളെ വിവാഹം കഴിക്കാൻ വേണ്ടി നഷ്ടത്തിലാക്കിയെന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഹീറോയെ ഉപേക്ഷിക്കണമെന്ന് അവൾ കരുതിയതും കുഞ്ഞു ജനിച്ചതിനു ശേഷം 2 വർഷങ്ങൾക്ക് ശേഷം അവരെ ഉപേക്ഷിച്ച് പോകുന്നതും. അങ്ങനെ 5 വർഷങ്ങൾക്ക് ശേഷം ഹീറോയിൻ ഒരു സത്യം കണ്ടെത്തുകയാണ്. അവളുടെ കമ്പനിയുടെ നഷ്ടത്തിന് കാരണം തന്നെ ഷെങ് എന്ന് പറയുന്ന അവളുടെ ലവർ തന്നെയായിരുന്നു. അവളെയും അവളുടെ കുടുംബത്തിനെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഹീറോ ഇതൊക്കെ ചെയ്തതെന്നും അവൾ കണ്ടെത്തുന്നുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് പോലും അവൾ തിരിച്ചു നാട്ടിലേക്ക് എത്തി ഹീറോയെ കാണാൻ മുതിർന്നില്ല. കാരണം എന്തെന്ന് വെച്ചാൽ 3 വർഷങ്ങൾക്ക് മുമ്പ് അവനെയും കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോയ തന്നെ വീണ്ടും അവൻ അംഗീകരിക്കുമോ എന്നൊരു സംശയം ഹീറോയിന്റെ ഉള്ളിലുണ്ടായിരുന്നു. അതുമാത്രമല്ല ജിന്നിനെ താൻ എത്രത്തോളം വിഷമിപ്പിച്ചിട്ടുണ്ട്. ആ സ്ഥിതിക്ക് അവന്റെ അടുത്തേക്ക് മടങ്ങിപ്പോണോ വേണ്ടയോ എന്നുള്ളൊരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ആ കുഞ്ഞിനെ അമ്മയും കണ്ടപ്പോൾ അവൾക്ക് അവളുടെ കുഞ്ഞിന്റെ ഓർമ്മ വന്നു. അതുമൂലം തന്നെ അവൾ അവന്റെ അരികിലേക്ക് തന്നെ മടങ്ങിപ്പോവാന്ന് തീരുമാനിക്കുകയായിരുന്നു. ഹീറോയിനാവട്ടെ ഫ്ലവേഴ്സ് വളരെ ഇഷ്ടമായിരുന്നു. അന്ന് അവരിരുവരുടെയും വിവാഹം കഴിഞ്ഞപ്പോൾ തന്നെ അവരുടെ വീട് അവൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ
ജിന്ന് മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. 5 വർഷങ്ങൾക്കിപ്പുറവും അവൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെയുള്ള ഫ്ലവേഴ്സ് കൊണ്ടുള്ള ഗാർഡൻ ഇപ്പോഴും അവൻ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. മടങ്ങിയെത്തിയ ഹീറോയിൻ അവിടെ ഈ കാഴ്ചയൊക്കെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. ഇവൻ തന്നെ വല്ലാതെ അപ്സെറ്റ് ആക്കുന്നുണ്ടെന്നും തീർച്ചയായും തനിക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുമോ എന്ന് പോലും അവൾ ഭയപ്പെടുന്നു. ഇപ്പോൾ ഹീറോയിന്റെ മകനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അവനവിടെ വല്ലാതെ കരച്ചിലായിരുന്നു. സ്കൂളിൽ എന്നെ പറ്റി എന്തൊക്കെയാ പറയുന്നതെന്ന് അറിയാമോ? എന്റെ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ജനിച്ച ഉടനെ തന്നെ വലിച്ചെറിഞ്ഞിട്ട് പോയെന്ന് ആ കൊച്ചുകുട്ടി കരഞ്ഞുകൊണ്ട് പറയുകയും തന്നെ അമ്മയ്ക്ക് ഇഷ്ടമല്ലേ എന്നും താൻ കാണാൻ സുന്ദരനല്ലാത്തത് കൊണ്ടാണോ തന്നെ ഉപേക്ഷിച്ച് പോയെന്നൊക്കെ പറയുകയും എനിക്ക് മാത്രം അമ്മയില്ല എന്ന് പറഞ്ഞ് വല്ലാതെ ഫീൽ ചെയ്ത കൊച്ചുകുട്ടി കരയുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കേട്ടുകൊണ്ടാണ് ഹീറോയിൻ അവിടേക്ക് കടന്നു വരുന്നത് പോലും. ജോലിക്കാരി അകത്തേക്ക് അവളുടെ ലഗേജ് കൊണ്ടുവച്ചപ്പോൾ മാത്രമാണ് ഹീറോ അവളെ ശ്രദ്ധിക്കുന്നത്. അവളെ കണ്ടപ്പോൾ മകനെക്കാട്ടിലും സന്തോഷം ഹീറോയ്ക്കായിരുന്നു. അവളെ കണ്ടൊടിഞ്ഞു തന്നെ അവളുടെ അടുത്തേക്ക് അവൻ പായുന്നുണ്ട്. അവന്റെ ഉള്ളിൽ അവളോടുള്ള വിദ്വേഷമോ വെറുപ്പോ ഈഗോയോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവന്റെ ഉള്ളിൽ അവളോട് അടങ്ങാത്ത സ്നേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒടുവിൽ നീ എത്തിയോ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ കൊച്ചുകുട്ടിയെ പോലെ അവനാവട്ടെ അവളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അവന്റെ ആ പ്രവൃത്തിയിൽ ഹീറോയിൻ വല്ലാതെ ഷോക്കാവുകയും അവന്റെ ഈ സ്നേഹത്തിന് താൻ അർഹയാണോ എന്ന് പോലും അവൾ ചിന്തിക്കുകയും ചെയ്യുന്നു. പെട്ടെന്ന് വേണ്ടി അവൾക്ക് ധരിക്കാനായി സ്ലിപ്പേഴ്സ് വരെ അവളുടെ കാലിന്റെ അടുത്തേക്ക് അവൻ വെച്ചു കൊടുക്കുന്നു. അത്രത്തോളം ശ്രദ്ധയോടെയാണ് അവളുടെ ഓരോ കാര്യങ്ങളും അവൻ ചെയ്യുന്നത്. അമ്മ വന്നല്ലോ, മോൻ ഇനിയെങ്കിലും കരയാതിരിക്കാൻ അവൾ പറയുന്നുണ്ടെങ്കിൽ പോലും കുഞ്ഞു വല്ലാത്ത വിഷമത്തിൽ തന്നെയായിരുന്നു. കുഞ്ഞിനെ വിട്ട് അവൾ ഇനി എപ്പോഴാണ് വീണ്ടും മടങ്ങി പോവുക എന്നൊരു ചിന്തയായിരുന്നു അവന്റെ ഉള്ളിൽ നിറയെ. ഹീറോയുടെ മനസ്സിലും അതുപോലൊരു ഭയം തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവൾ മടങ്ങിയെത്തി, പക്ഷെ എപ്പോൾ വേണമെങ്കിലും മടങ്ങിപ്പോവാം. അതിനുശേഷം തന്റെ മകനെ എങ്ങനെ സമാധാനിപ്പിക്കുമെന്ന് ഓർത്തിട്ട് വല്ലാത്തൊരു വെപ്രാളം തന്നെ അവന്റെ ഉള്ളിൽ കടന്നുകൂടുന്നു. എന്നാൽ കുഞ്ഞാവട്ടെ തന്നെ ഒരിക്കലും വിട്ടുപോകരുത്. ഞാൻ അമ്മയെ ഒരുപാട് മിസ് ചെയ്തു. എല്ലാ കുട്ടികളോടൊപ്പം അവരുടെ അമ്മ സ്കൂളിലേക്ക് കൊണ്ടുവരികയും അവർക്ക് ഭക്ഷണം വാരി കൊടുക്കുകയും തിരിച്ചവരെ സ്നേഹത്തോടെ എടുത്തോണ്ട് പോവുകയും ചെയ്യും. പക്ഷെ എനിക്ക് മാത്രം എന്റെ അച്ഛൻ മാത്രമാണ് വരുന്നത് എന്ന് പറഞ്ഞ കൊച്ചുകുട്ടി അവിടെ ഭയങ്കരമായി ഫീൽ ചെയ്ത് കരയുന്നുണ്ട്. ഇപ്പോൾ നീ ഓരോന്ന് ആലോചിച്ച് കൂട്ടാതെ തന്നെ നന്നായി സുഖമായി ഉറങ്ങാൻ നോക്ക്. ഇത് നിനക്കുള്ള ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞ് അവളൊരു ഹെലികോപ്റ്റർ ടോയ് അവന്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. കൊച്ചുകുട്ടി ആയതുകൊണ്ട് തന്നെ അത് കണ്ടപ്പോൾ അവന്റെ മനസ്സ് വല്ലാതെ സന്തോഷിക്കുന്നു. നാളെ അമ്മ തന്നെ കിൻഡർ ഗാർഡനിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ കിടന്നുറങ്ങാമെന്ന് പറഞ്ഞ് അവൻ വാശി പിടിക്കുന്നു. എന്നാൽ ഹീറോയ്ക്കാവട്ടെ അവളെ കുഞ്ഞിനെ കാണാൻ വേണ്ടി വന്നിട്ട് രാത്രിയോട് കൂടി തന്നെ ഇവിടെ നിന്ന് മടങ്ങി പോവുകയാണെങ്കിൽ പിറ്റേ ദിവസം കുഞ്ഞിനെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കുമെന്ന് ഓർത്തിട്ടാണ്. നിന്നോട് ഇങ്ങനെ വാശി പിടിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, മര്യാദയ്ക്ക് പോയി കിടന്നുറങ്ങാൻ നോക്കുന്നതിന് ചെറിയ ദേഷ്യത്തോടെ ഹീറോ പറയുന്നുണ്ട്. എന്നാൽ അവൻ വഴക്ക് പറയുന്ന കേട്ടിട്ട് ഹീറോയിന് വല്ലാതെ വിഷമമാവുന്നുണ്ട്. ഞാൻ ഇവിടെ നിന്ന് പോകുമെന്ന് പറഞ്ഞില്ലല്ലോ, പിന്നെ നിങ്ങളെന്തിനാ ഇത്ര ടെൻഷൻ ആവുന്നതെന്ന് തന്നെ ഹീറോയിൻ അവന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ജിന്നാവട്ടെ അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് നീ മുതിരുന്നെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിനക്ക് ഇവിടം വിട്ട് പോകാൻ സാധിക്കില്ല. നിന്നെ ഇവിടെ നിന്ന് ഞാൻ എവിടേക്കും പറഞ്ഞയക്കുകയില്ല. ഇനി ഇപ്പോൾ നീ വന്നിരിക്കുന്നത് ഡിവോഴ്സിന് വേണ്ടിയിട്ടാണെങ്കിൽ ഒരു കാരണവശാലും അത് ഞാൻ നിനക്ക് തരാൻ പോകുന്നില്ല. എന്ത് കാരണം കൊണ്ടായാലും ഡിവോഴ്സ് തരാൻ പോകുന്നതേ ഇല്ല എന്ന് തന്നെ അവൻ തറപ്പിച്ച് പറയുന്നത് കേട്ടപ്പോൾ ഹീറോയിന് ചിരി വരുന്നുണ്ട്. ഇപ്പോൾ നീ സമാധാനമായും സന്തോഷപരമായും ഉറങ്ങാൻ നോക്ക്. നാളെ അമ്മ തന്നെ നിന്നെ കിൻഡർ ഗാർഡനിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് മകൻ അവൾ പ്രോമിസ് ചെയ്യുന്നു. നടക്കുന്ന കാര്യങ്ങളെല്ലാം കണ്ടിട്ട് ഹീറോയുടെ ഉള്ളിൽ സന്ദേഹമുണ്ടാവുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് സന്തോഷിക്കണോ വേണ്ടയോ, വിശ്വസിക്കണോ വേണ്ടയോ എന്നൊരു ആശങ്കയിലായിരുന്നു അവൻ മുഴുവനും. നൈറ്റ് ഹീറോയിൻ ഉറങ്ങിയതിനു ശേഷമാണ് മടിച്ചു ആ മുറിയിലേക്ക് ഹീറോ ചെന്നത്. അവനും ബെഡിന്റെ ഒരു സൈഡിലേക്കായി കിടക്കുന്നുണ്ട്. ഹീറോയിൻ അവിടെ പതിയെ അവളുടെ കൈകൾ ഹീറോയുടെ കൈയിലേക്ക് ടച്ച് ചെയ്യുന്നുണ്ട്. അവൻ നോക്കിയത് കണ്ടപ്പോൾ തന്നെ അവൾ ചാടിക്കയറി ചോദിക്കുന്നുണ്ട്, എന്താ ഞാൻ ഉറങ്ങിയതിനു ശേഷം എന്നെ എന്തെങ്കിലും ചെയ്യാൻ വല്ല പ്ലാനും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടില്ല. പതർച്ചയോടെ തന്നെ നീ നന്നായി റിലാക്സ് ആയി റെസ്റ്റ് എടുക്കുമെന്ന് തന്നെ അവൻ പറയുന്നു. പെട്ടെന്ന് തന്നെ ഹീറോയിൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എന്താ ഇവനിങ്ങനെ, തന്റെ സന്തോഷവും ഇഷ്ടവും മാത്രമേ അവൻ ഇതുവരെ നോക്കിയിട്ടുള്ളൂ. അവന്റെ ഇഷ്ടങ്ങൾ അനുസരിച്ച് അവൻ ഒരു കാര്യവും ഇതുവരെയും ചെയ്തു കണ്ടിട്ടില്ലല്ലോ എന്ന് തന്നെ ഇപ്പോൾ ഹീറോയിൻ അതിനെക്കുറിച്ചൊക്കെ ഓർക്കുകയും ചെയ്യുന്നു. അവൾ നല്ല ഉറക്കമായി എന്ന് മനസ്സിലാക്കിയപ്പോൾ ഹീറോ അവിടെ അവളുടെ അടുത്തേക്ക് പോകുന്നു. അവളെ കിസ് ചെയ്യണമെന്ന് അവന് തോന്നുന്നുണ്ട്. എന്നാൽ തന്നെ അംഗീകരിക്കത്തടത്തോളം കാലം അവളോട് അങ്ങനൊന്നും പെരുമാറിക്കൂടാന്ന് തന്നെ അവന്റെ ഉള്ളിൽ തോന്നുകയും ചെയ്യുന്നു. പിറ്റേ ദിവസം ഹീറോ അവിടെ അവളെ എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് തന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട ഡിഷുകളെല്ലാം ഉണ്ടാക്കി അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. താഴേക്ക് ഇറങ്ങി വന്ന ഹീറോയിൻ അവിടെ അവനെ കണ്ടപ്പോൾ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയിലേക്ക് വരുന്നുണ്ട്. അവരുടെ കല്യാണം നടന്ന ദിവസങ്ങളിലെല്ലാം അവൻ ഇതുപോലെ തന്നെ ഭക്ഷണം പാകം ചെയ്ത് അവൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അതൊക്കെ ഓർത്തെടുത്ത് അവളുടെ മനസ്സ് വല്ലാതെ വേദനിച്ചിരുന്നു. എന്നിരുന്നാലും അവന്റെ അടുത്തേക്ക് അവൾ ചെല്ലുന്നുണ്ട്. എന്താ എന്നെ നേരത്തെ വിളിച്ചുണർത്താതിരുന്നത്? കുഞ്ഞിനെ ഇന്ന് സ്കൂളിൽ കൊണ്ടുപോകാന്ന് ഞാൻ വാക്ക് കൊടുത്തിരുന്നേന്ന് അവൾ പറയുമ്പോൾ ആക്ച്വലി നീ വല്ലാതെ ടയേർഡായി ഉറങ്ങിയാണെന്ന് തോന്നി. നിന്നെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് കരുതി. അതുമാത്രമല്ല അവന്റെ ബർത്ത്ഡേക്ക് നീ കൂടെ കാണണമെന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ ഞാനും. അടുത്ത തവണ എന്തായാലും ഇങ്ങനെ ചെയ്യരുത്. ഞാൻ അവനെ പ്രോമിസ് ചെയ്തതാണ്. ഉറങ്ങിപ്പോയാൽ തീർച്ചയായും തന്നെ വിളിച്ചുണർത്തണമെന്ന് തന്നെ അവൾ ആവശ്യപ്പെടുമ്പോൾ അവന്റെ ഉള്ളിലാവട്ടെ ഇനിയും അവളിവിടെ കാണുമല്ലോ എന്ന് ഓർത്തിട്ട് സന്തോഷം തോന്നുന്നുണ്ട്. അന്നൊക്കെ അവൻ ഭക്ഷണം പാകം ചെയ്തു വെക്കുമ്പോൾ അവൾ അതിൽ നിന്ന് ഒരെണ്ണം പോലും എടുത്ത് കഴിക്കില്ലായിരുന്നു. ഇപ്പോഴവിടെ ഹീറോയിൻ അത് മുഴുവനും കഴിക്കുന്നുണ്ട്. അവളിൽ നല്ല മാറ്റമുണ്ടെന്ന് അവനും തോന്നുന്നുണ്ട്. എന്നിരുന്നാലും ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അവൾ അവളുടെ മുറിയിലേക്ക് പോകുന്നുണ്ട്. ഹീറോയ്ക്കാവട്ടെ
താൻ ഇവിടെ നിന്ന് ഓഫീസിലേക്ക് പോകുന്ന നേരത്ത് അവൾ ഇവിടം വിട്ട് പോകുമോ എന്നൊരു ഭയവും ഉണ്ടായിരുന്നു. കാറ് വന്നു. ഞാൻ പോവാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവൾ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഓ, അപ്പോൾ അത്രയേ ഉള്ളൂ. അവളിതാ പോവാൻ പോവുകയാണെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ അവൻ വല്ലാതെ അപ്സെറ്റ് ആവുന്നു. അവന്റെ മുഖത്തെ ഭാവമാറ്റം ശ്രദ്ധിച്ചിട്ടാവണം ലഞ്ച് ടൈമിൽ നിങ്ങൾ ഫ്രീ ആണോ, ഒരുമിച്ച് ലഞ്ച് കഴിച്ചാലോ എന്ന് അവനോട് ചോദിക്കുമ്പോൾ എനിക്കെന്ത് ജോലിയാ, യാതൊരു ജോലിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിലിരുന്ന ഫയലാവട്ടെ മാനേജറെ പെട്ടെന്ന് തന്നെ അവനെ ഏൽപ്പിക്കുന്നുണ്ട്. ടാറ്റയൊക്കെ കൊടുത്ത് അവളെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നുണ്ട്. മാനേജർ അവിടെ നിന്നും ഇന്നൊരു മുഖ്യമായ മീറ്റിംഗ് ഉണ്ടായിട്ട് പോലും ഭാര്യയ്ക്ക് വേണ്ടി അത് ഒഴിവാക്കിയല്ലോ എന്ന് തന്നെ അയാൾ മനസ്സിൽ വിചാരിക്കുന്നു. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. ഷെങ് ഉണ്ടല്ലോ, അവൻ ആരാണ് എന്നുള്ളതായിരുന്നു. ഷെങ്ങും ഹീറോയിനും ഒരേ കോളേജിൽ തന്നെയാണ് പഠിച്ചിരുന്നത്. ഹീറോയിനാണ് അവന്റെ പിന്നാലെ നടന്ന് തന്നെ സ്നേഹിക്കണമെന്ന് പറഞ്ഞ് ശല്യം ചെയ്തുകൊണ്ടിരുന്നത്. ഇവനാണ് ഷെങ്. അവന് വേണ്ടി എപ്പോഴും അവൾ ഫുഡൊക്കെ വാങ്ങിച്ചു നൽകുകയും അതുപോലെ തന്നെ ബുക്സ് ഒക്കെ വാങ്ങി നൽകുകയും ചെയ്തു. അങ്ങനെ അവന്റെ പിന്നാലെ ചുറ്റി അവനെ ശല്യം ചെയ്യുകയായിരുന്നു ഹീറോയിൻ. വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് അവളെ അവൻ അകറ്റി നിർത്തിയെങ്കിൽ പോലും ഒടുവിൽ അവളുമായി അവനും പ്രണയത്തിലാവുന്നുണ്ട്. പിന്നീട് പ്രസന്റിലേക്ക് വരുന്നുണ്ട്. ഹീറോയിൻ ആവട്ടെ അവളുടെ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടിയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അവരുടെ അടുത്ത് നിന്ന് ഹീറോയെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അവൾ ചോദിച്ചറിയുകയായിരുന്നു. അവളുടെ ഫ്രണ്ട് അവളോട് പറയുന്നുണ്ട്, നീ അവനെ ഉപേക്ഷിച്ച് പോയതിനു ശേഷം ഒരു പെൺകുട്ടിയെ പോലും അവൻ നോക്കിയിട്ടില്ല. ഏതെങ്കിലും പെൺകുട്ടികൾ അവനോട് സംസാരിക്കാൻ ചെന്നാലും അവൻ ഒഴിഞ്ഞു മാറിപ്പോവും. നിന്റെ ആ ഷെങ് ഉണ്ടല്ലോ, അവനെക്കാട്ടിലും എത്ര ഹാൻസം ആണ് നിന്റെ ഹസ്ബൻഡ്. എന്നിരുന്നാലും നിനക്ക് അവനെ ഇഷ്ടമല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. നീ ജീവന തുല്യം സ്നേഹിച്ച ഷെങ് ഉണ്ടല്ലോ, അവൻ തന്നെയാണ് നിന്നെ ചതിച്ചിരിക്കുന്നത്. അവന് നിന്നോടുള്ള സ്നേഹം സത്യസന്ധമല്ല എന്ന് നിനക്ക് മനസ്സിലായല്ലോ. ഇനിയെങ്കിലും നിന്റെ സ്നേഹം മുഴുവൻ നിന്റെ കുഞ്ഞിനും ഹസ്ബൻഡിനും കൊടുക്കാൻ നോക്ക്. സ്നേഹത്തിന് യാതൊരു വിലയും നൽകാത്തവന് യാതൊരു സ്നേഹവും നൽകിക്കൂടാന്ന് പറഞ്ഞു തന്നെ അവളെ ഫ്രണ്ട് ശാസിക്കുന്നുണ്ട്. ഇപ്പോഴാണ് ഹീറോയിനും കാര്യങ്ങൾക്ക് ഒരു വ്യക്തതയൊക്കെ വന്നത്. പിന്നീട് ഹീറോയെ കാണിക്കുന്നുണ്ട്. ഹീറോയിൻ വരുമെന്ന് കരുതിക്കൊണ്ട് തന്നെ ജോലികളൊക്കെ അവൻ പെട്ടെന്ന് തീർത്തു വെക്കുകയായിരുന്നു. അപ്പോഴാണ് അവൻ സമയം ശ്രദ്ധിച്ചത്. 1 മണി കഴിഞ്ഞിരിക്കുന്നു. ഇനി ചിലപ്പോൾ അവൾ വരില്ലേ എന്ന് ഓർത്തിട്ട് അവൻ വല്ലാതെ അപ്സെറ്റ് ആവുന്നുണ്ട്. ഇനി എന്തായാലും അവൾ വരാൻ പോകുന്നില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ വല്ലാതെ വിഷമിച്ചിരിക്കുമ്പോഴായിരുന്നു ഹീറോയിൻ അവിടേക്ക് വന്നിട്ട് എന്തു പറ്റി, ഞാൻ വന്നതുപോലും അറിഞ്ഞില്ലല്ലോ, എന്താ ഇത്ര സീരിയസ് ആയി ആലോചിക്കുന്നതെന്ന് അവനോട് ചോദിക്കുന്നത്. അവളുടെ ശബ്ദം കേട്ടപ്പോഴാണ് അവന് ജീവൻ പോലും വീണയെന്ന് തോന്നുന്നു. അത്രയധികം പ്രതീക്ഷയിലും അതിശയത്തോടെയും അവളെ അവൻ നോക്കുന്നുണ്ട്. എന്നിരുന്നാലും അവന് വേണ്ടി ഒരു ഗിഫ്റ്റുമായിട്ടാണ് അവൾ അവിടെ എത്തിയിരുന്നത്. അതൊരു ടൈ ആയിരുന്നു. ഉടനടി തന്നെ ധരിച്ചിരുന്ന ടൈ അവൻ അഴിച്ചു മാറ്റിയിട്ട് ഹീറോയിനോട് തന്നെ അത് ധരിപ്പിക്കാനായി ആവശ്യപ്പെടുന്നുണ്ട്. അതിന് തനിക്ക് ടൈ കെട്ടി മുൻപരിചയമില്ല എന്ന് ഹീറോയിൻ പറയുന്നുണ്ട്. എന്നാൽ അത് കേട്ടയുടനെ തന്നെ അവന്റെ മുഖത്താകെ നിരാശ പടരുന്നു. എന്നിരുന്നാലും അവന്റെ മുഖത്തെ വിഷാദഭാവം കണ്ട ഹീറോയിനാവട്ടെ അത് കെട്ടി കൊടുക്കാതിരിക്കാൻ തോന്നിയില്ല. തനിക്ക് ടൈ കെട്ടി മുൻപരിചയമൊന്നുമില്ല, എന്തായാലും ശ്രമിച്ചു നോക്കാന്ന് പറഞ്ഞ് അവൾ തന്നെ ടൈ ചെയ്തു കൊടുക്കുന്നു. 5 വർഷ ദാമ്പത്യ ജീവിതത്തിനിടയിൽ ആദ്യമേ അവൾ നൽകിയ ഗിഫ്റ്റ് ആയിരുന്നു അവനാ ടൈ. എന്നിരുന്നാലും അവൻ വല്ലാതെ സന്തോഷവാനാവുന്നുണ്ട്. പിന്നീട് ഹീറോ ആവട്ടെ അവളെയും കൂട്ടിക്കൊണ്ട് കമ്പനിയുടെ കഫ്റ്റേരിയയിലിരുന്ന് ഭക്ഷണം കഴിക്കാനായി പോകുന്നുണ്ട്. ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ നോക്കിയപ്പോൾ എല്ലാം അവൾക്ക് ഇഷ്ടപ്പെട്ടതായിരുന്നു. അവളാവട്ടെ അവന് ഇഷ്ടപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങളും എടുത്തുകൊണ്ടുവന്ന് ടേബിളിൽ വെക്കുന്നുണ്ട്. പതിയെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതും കൂടി ചെയ്യാൻ പഠിക്കണമെന്നും അവൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അവനവിടെ സന്തോഷത്തോടെ തന്നെ ഭക്ഷണമെല്ലാം കഴിക്കുന്നുണ്ട്. ഹീറോ പിന്നീട് ഓഫീസിലിരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവളാവട്ടെ വിശ്രമിക്കാനായി അവിടെ ഉണ്ടായിരുന്ന ഒരു സോഫയിലാണ് ഇരുന്നത്. ഫോൺ നോക്കിക്കൊണ്ടിരുന്ന അവളാവട്ടെ ഓട്ടോമാറ്റിക്കായിട്ട് ഉറങ്ങിപ്പോകുന്നുണ്ട്. നല്ല ഉറക്കമാണ് അവളെന്ന് മനസ്സിലാക്കി ഹീറോ ആവട്ടെ അവളെ ബ്ലാങ്കറ്റ് എടുത്ത് പുതപ്പിക്കുകയും അവളുടെ നെറ്റിയിൽ കിസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അവൾ കരുവുന്നതിലും അപ്പുറമായിരുന്നു അവന് അവളോടുള്ള സ്നേഹം. ജോലി ചെയ്തുകൊണ്ടിരുന്നവൻ അവൾ എഴുന്നേറ്റുവെന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ ഓടി വന്ന് അവൾക്ക് വെള്ളം വരെ എടുത്തു കൊടുക്കുന്നുണ്ട്. അവൾക്കാണെങ്കിൽ ആ വെള്ളം തൻ്റെ അടുത്തിലിരിക്കുന്നത് തനിയെ എടുത്ത് കുടിക്കാവുന്നതേ ഉള്ളായിരുന്നു എന്ന മട്ടിൽ തന്നെ അവനെ നോക്കുന്നുണ്ട്. അവനവിടെ അടുത്തേക്ക് വന്നിരുന്ന് അവൾക്ക് ആ വെള്ളവും കൊടുക്കുന്നു. തുടർന്ന് ഫോൺ നോക്കിക്കൊണ്ടിരുന്ന ഹീറോയിൻ ആവട്ടെ പതിയെ അവന്റെ ഷോൾഡറിലേക്ക് ചായുന്നു. രണ്ടുപേരും പെട്ടെന്ന് തന്നെ മുഖത്തോട് മുഖം നോക്കുകയും ഹീറോയിൻ ആവട്ടെ പതിയെ അവനെ കിസ് ചെയ്യാനായി പോകുന്നു. കിസ് കൊടുക്കാമോ എന്ന മട്ടിൽ തന്നെ ഹീറോയിൻ പതിയെ അവളുടെ അടുത്തേക്ക് പോകുന്നു. അപ്പോഴേക്കും ഹീറോയുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഇരുവരും 2 ദിശയിലേക്ക് മാറുന്നു. നശിപ്പിച്ചു, ഏതവനാ ഈ സമയത്ത് വിളിക്കുന്നതെന്ന് മനസ്സിൽ പെറുപുറത്തുകൊണ്ട് തന്നെ ഹീറോ ആവട്ടെ കോൾ എടുക്കുന്നുണ്ട്. ഹീറോയുടെയും ഹീറോയിന്റെയും മകൻ മറ്റൊരു വിദ്യാർത്ഥിയെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സ്കൂളിൽ നിന്ന് അറിയിച്ചുള്ള ഒരു കോളായിരുന്നു അത്. ഹീറോയിനെ അവിടെ 2 കുട്ടികളെയും പറഞ്ഞു മനസ്സിലാക്കി പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് മകനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് എന്തിനാണ് ആ വിദ്യാർത്ഥിയെ അടിച്ചതെന്ന് അവൾ മകനോട് തിരക്കുന്നത്. നിന്റെ അമ്മയ്ക്ക് നിന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് വലിച്ചെറിഞ്ഞിട്ട് പോയെന്ന് പറഞ്ഞു. എൻ്റെ അമ്മ തിരിച്ചു വന്നു എന്ന് ഞാൻ പറഞ്ഞെങ്കിലും വീണ്ടും എന്നെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ആ കുട്ടി പറഞ്ഞു എന്ന് അവൻ വല്ലാതെ ഫീൽ ചെയ്ത് പറയുന്നുണ്ട്. ഇത് കേട്ട് അവൾക്ക് വല്ലാതെ വിഷമമാവുന്നുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് അവരെയൊക്കെ ഉപദ്രവിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ച് ഹീറോ ദേഷ്യപ്പെടുന്നുണ്ട്. ഹീറോയും കുഞ്ഞും ഒരുപോലെ തന്നെ വല്ലാതെ ഭയന്നു പോകുന്നുണ്ട് അവന്റെ ആ അലർച്ചയിൽ. നിങ്ങൾ എന്തിനാണ് കുഞ്ഞിനോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? എന്നോടാണോ നിങ്ങൾക്ക് ദേഷ്യമെന്ന് അവൾ ചോദിക്കുമ്പോൾ അങ്ങനെയല്ല പിന്നെ എങ്ങനെ പറഞ്ഞാണ് അവനെ മനസ്സിലാക്കണ്ടേ എന്ന് അവനും ചോദിക്കുന്നുണ്ട്. അമ്മ ഇനി എവിടേക്കും പോകില്ല, നിനക്ക് ആഗ്രഹമുള്ള സ്ഥലങ്ങളിലൊക്കെ നിന്നോടൊപ്പം തന്നെ ഞാൻ കാണുമെന്നും വരാമെന്നും പറഞ്ഞ് അവൾ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്.
ഒരു വിധത്തിൽ വളരെയധികം സമാധാനത്തോടെ തന്നെ അവർ മൂവരും വീട്ടിലേക്ക് മടങ്ങുന്നു. ഹീറോയിൻ ആവട്ടെ ഈ ഒരു ജീവിതം വല്ലാതെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഈ ഒരു സമയത്ത് പഴയൊരു സന്ദർഭം അവളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. ഹീറോയിൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് മെയ്ഡ്സിനെ കൊണ്ടുപോലും അവൾക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ സമ്മതിച്ചിരുന്നില്ല. അവന്റെ കയ്യാൽ തന്നെ അവൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണമെല്ലാം പാകപ്പെടുത്തി അവൾക്ക് നൽകുമായിരുന്നു അവൻ. ഇപ്പോഴും അവൾ വന്നപ്പോൾ മുതൽ അവൾക്ക് വേണ്ടി എല്ലാ ഫുഡും പ്രിപ്പയർ ചെയ്യുന്നത് അവൻ തന്നെയാണ്. ഹീറോയിൻ അവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ഒക്കെ അവന്റെ വായിലേക്ക് സ്വന്തം കയ്യാൽ തന്നെ എടുത്തു കൊടുക്കുന്നുണ്ട്. ഹീറോയ്ക്കാണെങ്കിൽ ഇതിൽ പരം ഒരു സന്തോഷമില്ലായിരുന്നു. യാങ് ആവട്ടെ ജിന്നിനോട് വല്ലാത്ത ദേഷ്യത്തിലായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ കുഞ്ഞ് ജനിച്ചതിന് ശേഷം അവൾ കുഞ്ഞിനെ പോലും നേരെ ചൊവ്വേ ഗവനിക്കില്ലായിരുന്നു. കുഞ്ഞ് കരഞ്ഞാൽ മെയ്ഡ്സും അവനും കൂടിയാണ് കുഞ്ഞിന്റെ എല്ലാ കാര്യങ്ങൾ നോക്കുകയും കുഞ്ഞിനെ മാറി മാറി എടുക്കുകയും പരിചരിക്കുകയും ചെയ്തിരുന്നത്. അവൾക്ക് വേണ്ടി എന്തൊക്കെ ഭക്ഷണം അവൻ പാകപ്പെടുത്തി വെച്ചെന്നാൽ പോലും ഒരു ദിവസം പോലും അവനോടൊപ്പം ഇരുന്ന് അവൾ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. തനിയെ ഇരുന്നാണ് ഇപ്പോഴും അവൻ ഭക്ഷണം കഴിച്ചിരുന്നത്. ഇപ്പോഴാവട്ടെ ഹീറോയുടെ ഒരു ലോയർ ഫ്രണ്ട് അവനെ വിളിച്ചിട്ട് ഷെങ് ജയിലിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണെന്ന് അറിയിക്കുന്നുണ്ട്. ഷെങ് എന്ന് പറയുന്നത് ഹീറോയിന്റെ ലവർ. അവൻ ജയിലിലായിരുന്നു എന്ന് തോന്നുന്നു. ഹീറോയ്ക്ക് ഈ കാര്യം കേട്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. കാരണം അവൻ പുറത്തിറങ്ങുന്നത് കൊണ്ടായിരിക്കാം അവൾ ഇവിടെ തന്നെ തങ്ങാമെന്ന് തീരുമാനിച്ചെന്നാണ് അവൻ ഇപ്പോൾ കരുതിയിരിക്കുന്നത്. അവന് വേണ്ടിയിട്ടായിരിക്കാം അവൾ മടങ്ങിയെത്തിയെന്നൊരു ഫീല് അവന്റെ മനസ്സിൽ തോന്നുന്നുണ്ട്. ഹീറോ ഇപ്പോൾ 5 വർഷങ്ങൾക്ക് മുമ്പ് കടന്ന ഒരു ഫ്ലാഷ് ബാക്ക് ഓർത്തെടുക്കുന്നുണ്ട്. ഈ ഷെങ്ങും അതുപോലെ ഹീറോയിനും അവരുടെ അച്ഛനമ്മമാരെ മീറ്റ് ചെയ്യാനിരിക്കുകയായിരുന്നു. ഇവിടെ ഹീറോയും ഉണ്ടായിരുന്നു. അവരിരുവരെയും ഒരുമിച്ച് തന്നെ ഹീറോ കണ്ടിട്ടുമുണ്ട്. അന്ന് മുതൽ തന്നെ അവരിരുവരും പ്രണയത്തിലായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം ഹീറോയ്ക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. ഇതേസമയം ഹീറോയിനാവട്ടെ ഹീറോ ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ അവന് അൾസർ ഉണ്ടെന്നുള്ള വിവരം അവൾക്ക് മനസ്സിലാവുന്നു. എന്നാൽ അവൾക്ക് വേണ്ടി അവൻ പ്രിപ്പയർ ചെയ്യുന്നത് വളരെ സ്പൈസി ആയിട്ടുള്ള ഫുഡാണ്. അത് തന്നെയാണ് അവനും കഴിക്കുന്നത്. അപ്പോഴേക്കും കറക്റ്റായി ഹീറോ അവിടേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഹീറോയിൻ അവിടെ വല്ലാത്ത ദേഷ്യത്തിൽ തന്നെ നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ഓൾറെഡി നിനക്ക് സ്റ്റൊമക്കിന് പ്രോബ്ലംസ് ഉള്ള സ്ഥിതിക്ക് നീ എന്തിനാണ് എനിക്ക് വേണ്ടി എരിവുള്ള ഫുഡ്സ് ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കുന്നത്? നിനക്ക് വേണ്ടി നീ ഒന്നും ചെയ്യില്ലെന്ന് ചോദിച്ചു തന്നെ അവൾ വല്ലാതെ ദേഷ്യപ്പെടുന്നുണ്ട്. എനിക്ക് വേണ്ടി ജീവിക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. എനിക്ക് വേണ്ടി ഞാൻ ജീവിച്ചോട്ടെ എന്ന് ചോദിച്ചു തന്നെ അവൻ അവളെ കിസ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ നൈറ്റ് ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവൻ ഹീറോയിനെ അവിടെ അവന്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും അന്നത്തെ നൈറ്റ് അവരിരുവരും ഒരുമിച്ച് സമയം ചെലവഴിക്കുകയും ചെയ്യുന്നു. എന്നിരുന്നാലും അവൾ ആദ്യം വീട് വിട്ടിറങ്ങിയ പോലത്തെ സ്വപ്നങ്ങളെല്ലാം ഹീറോ വീണ്ടും കാണുന്നുണ്ട്. ആദ്യം തന്നെ വിട്ടിട്ട് പോയതുപോലെ തന്നെ അവൾ ഇപ്പോഴും തന്നെ വിട്ടിട്ട് പോകുമോ എന്നൊക്കെ അവൻ വല്ലാതെ ഭയപ്പെടുകയും അതോർത്ത് വല്ലാതെ ഫീൽ ചെയ്യുന്നുമുണ്ട്. കുഞ്ഞിനെ പ്രസവിച്ച് 2 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ഹീറോയിൻ വീണ്ടും ആ വീട് വിട്ടിറങ്ങിയത്. നീ എന്നെ ഫോഴ്സ് ചെയ്താണ് വിവാഹം കഴിച്ചത്. കുഞ്ഞ് വേണമെന്ന് നീ പറഞ്ഞു. കുഞ്ഞിനെ പ്രസവിച്ചു നിന്റെ കയ്യിലും തന്നു. അതോടെ എന്റെ ജോലിയും അവസാനിച്ചു. നീ എന്നെ മൊത്തത്തിൽ പറ്റിച്ചിരിക്കുകയാണ്. ഇതിനപ്പുറം ഇങ്ങനെ ഒരു ജീവിതം ജീവിച്ചു തീർക്കാൻ തനിക്ക് യാതൊരു താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ എന്നെ വിട്ടേക്കെന്ന് പറഞ്ഞിട്ടാണ് ഹീറോയിൻ അവിടം വിട്ടു പോയത്. ശരിക്കും ഇപ്പോഴാണ് നമുക്കൊരു വിഷയം മനസ്സിലാവുന്നത്. ഹീറോയും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷെങ് ആവട്ടെ ഹീറോയുടെ അടുത്ത് വളരെ മോശമായ ഒരു പ്രോജക്റ്റിന്റെ അപ്രൂവലിന് വേണ്ടി വന്നിരുന്നു. അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഹീറോയോടവൻ പറയുന്നുകൊണ്ട് നല്ല പ്രോജക്റ്റാണ്, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് ഹീറോ ആവട്ടെ അവനോട് പറഞ്ഞിട്ട് അവനെ എവിടെ നിന്ന് പറഞ്ഞയക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഹീറോയിന്റെ അച്ഛനാവട്ടെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും എല്ലാം നഷ്ടത്തിലാവുകയും ചെയ്തത്. ഇതൊക്കെ ആലോചിച്ച് 5 വർഷമായി അവന്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു. താനും തെറ്റ് ചെയ്തല്ലോ എന്നോർത്ത് അവൻ വല്ലാതെ ഫീൽ ചെയ്യുന്നു. ഹീറോയിന്റെ അച്ഛൻ്റെ അടുത്ത് ഈ വിവരം മുമ്പ് തന്നെ ധരിപ്പിച്ചിരുന്നെങ്കിൽ തീർച്ചയായും അവരതിൽ ഇൻവെസ്റ്റ് ചെയ്യില്ലായിരുന്നു, ലോസ് ആവുകയില്ലായിരുന്നു എന്ന് ഹീറോ വിചാരിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഇപ്പോഴാണ് മറ്റൊരു സത്യം കൂടി നമ്മൾക്ക് മനസ്സിലാവുന്നത്. വേറൊന്നുമല്ല, ഹീറോ അൾസറിന്റെ മെഡിസിൻ കഴിക്കുന്നുണ്ടെന്ന് ഹീറോയിൻ കണ്ടെത്തിയിരുന്നല്ലോ. അത് അൾസറിന്റെ ടാബ്ലറ്റ് അടങ്ങിയ ബോക്സ് മാത്രമാണ്. അതിനുള്ളിലുള്ളത് ഡിപ്രഷന്റെ മരുന്നുകളായിരുന്നു. ഹീറോ അവിടെ കഠിനമായ ഡിപ്രഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഡിപ്രഷന്റെ മെഡിസിൻ അവൻ എടുക്കുന്നുണ്ടെന്ന് ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അൾസറിന്റെ ബോക്സിന്റെ ഉള്ളിൽ ആ മെഡിസിൻ വെച്ചിരുന്ന് കഴിക്കുന്നത്. പിറ്റേ ദിവസം ഹീറോയിൻ ആവട്ടെ അവളുടെ ഫ്രണ്ടിനെ കാണാൻ പോകുന്നുണ്ട്. ഫ്രണ്ട് ആവട്ടെ അവളെ കണ്ട മാത്രം തന്നെ നീയും ഹീറോയും ഇന്നലെ രാത്രിയിൽ ഒരുമിച്ചായിരുന്നെന്ന് തോന്നുന്നല്ലോ എന്ന് പറഞ്ഞ് അവളുടെ കഴുത്തിലെ ഹിക്കിയൊക്കെ കാണിച്ചു കൊടുത്ത് അവളെ കളിയാക്കുന്നുണ്ട്. ഹീറോയിൻ ആവട്ടെ ഇത്രയും നാളും തന്റെ മകനെയും ഹസ്ബൻഡിനെയും ഉപേക്ഷിച്ചിട്ട് പോയി വല്ലാത്ത വിഷമത്തിലായിരുന്നു. തന്റെ അഭാവത്തിൽ അവർ എത്രത്തോളം വിഷമിച്ചു കാണുമെന്ന് അവൾ പറയുന്നത് കേട്ടപ്പോൾ ഫ്രണ്ട് പറയുന്നുണ്ട്, നീ വളരെ നല്ലൊരു വ്യക്തിയാണ്, നിന്നെ കൊണ്ട് ചതി ഒരിക്കലും സഹിക്കാൻ സാധിക്കില്ല. ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഇതെല്ലാം സംഭവിച്ചത്. നിന്നെ കൊണ്ട് ഇതിനെല്ലാം മാറ്റം വരുത്താൻ സാധിക്കുമെന്ന് പറഞ്ഞ് അവൾക്ക് ധൈര്യം പകരുന്നുണ്ട് സുഹൃത്ത്. ഇതേ സമയം തന്നെ സോഷ്യൽ മീഡിയയിൽ ഹീറോയിനെ പോലെ ഡ്രസ്സ് ധരിച്ച് അവൾ വയലിൻ പിടിച്ചിരിക്കുന്ന പോസിൽ തന്നെ ഏതോ ഒരു പെൺകുട്ടി പോസ്റ്റുകൾ ഇടുന്നുണ്ടായിരുന്നു. എല്ലാവരും അത് ഹീറോയിനാണെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം ആ ഫോട്ടോ ഡിലീറ്റ് ആയി പോകുന്നുണ്ട്. ഇതിപ്പോൾ ഡിലീറ്റ് ആയി പോയതിന്റെ പിന്നിൽ ആരാണെന്ന് നിനക്കറിയാമോന്ന് ഫ്രണ്ട് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല എന്ന് ഹീറോയിൻ വ്യക്തമാക്കുന്നു. വേറെ ആരുമല്ല, നിന്റെ ഹസ്ബൻഡ് തന്നെയാണ് ഇതിന്റെയൊക്കെ പിന്നിൽ. നിന്നെ കുറിച്ച് എന്തെങ്കിലും റൂമേഴ്സ് കേട്ടെന്നറിഞ്ഞാൽ മതി, ആളെ വെച്ച് അവൻ ഉടനടി തന്നെ ആ റൂമേഴ്സ് ഒക്കെ തുടച്ചു നീക്കുമെന്ന് അവളുടെ ഫ്രണ്ട് പറയുന്നു. ഇതിനു വേണ്ടി നിനക്ക് വേണ്ടി ഒരു ടീം തന്നെ അവൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് അവളുടെ ഫ്രണ്ട് കൂട്ടിച്ചേർക്കുന്നു.
ഇതും കൂടി കേട്ടപ്പോൾ അവൾക്കാവട്ടെ അവനോടുള്ള സ്നേഹം ഇരട്ടിയാവുന്നു. ഞാനാവട്ടെ ഇപ്പോൾ തന്നെ എന്റെ ഹസ്ബൻഡിനെ കാണാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവൾ അവിടെ വിട്ട് പോവുകയും ചെയ്യുന്നു. വീട്ടിലെത്തി അവളാവട്ടെ ഹീറോയ്ക്കും അതുപോലെ മകനും ഇഷ്ടമുള്ള രീതിയിൽ തന്നെ ലിവിംഗ് റൂം ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അവർ വരുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞുമായി വീട്ടിലേക്ക് വന്ന ഹീറോ ആവട്ടെ ലിവിംഗ് റൂം കണ്ട് വല്ലാതെ ഷോക്കാവുന്നുണ്ട്. വീട് തന്നെയാകെ മാറിപ്പോയിരിക്കുന്നു. ടോയ്സ് ഒക്കെ കണ്ട് അവരുടെ മകൻ വല്ലാതെ സന്തോഷപ്പെടുന്നുണ്ട്. ഹീറോയ്ക്കാവട്ടെ യാങ്ങിന് അവരുടെ ഫാമിലിയിൽ മേൽ നല്ല ഇൻട്രസ്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ടെന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട്. ഹീറോയിൻ അവിടേക്ക് വന്ന ഉടനെ തന്നെ ഹീറോ ആവട്ടെ ഓടിച്ചെന്ന് അവളെ ഹഗ് ചെയ്യുന്നുണ്ട്. ഹീറോയിനാവട്ടെ വല്ലാതെ പതറുന്നുണ്ട്. വേറൊന്നും കൊണ്ടല്ല, അവനെ ഓരോ കാര്യങ്ങൾക്കും എത്രത്തോളം ഇമോഷണൽ ആവുന്നുണ്ട് എന്നോർത്തിട്ട്. ഒരു വലിയ കമ്പനിയുടെ സിഇഒ ആണ്. അവൾ വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൾക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് അവൻ അടുക്കളയിലേക്ക് പോകുന്നു. ഹീറോയിനാവട്ടെ അവനും കുഞ്ഞിനും വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ അവരുടെ പ്ലേറ്റിലേക്ക് എടുത്തു വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ആശ്ചര്യത്തോടെയാണ് ഹീറോ നോക്കിക്കണ്ടത്. ഉടനടി തന്നെ അവരുടെ മകനാവട്ടെ അക്വേറിയം കാണാൻ പോകണമെന്ന് ആവശ്യപ്പെടുന്നു. ശരി, നമ്മൾ 3 പേരും ചേർന്നാണ് അക്വേറിയം കാണാൻ പോകുന്നതെന്ന് അവൾ പറയുന്നത് കേട്ടപ്പോൾ കുഞ്ഞ് എത്രത്തോളം സന്തോഷപ്പെടുന്നുണ്ട്. ഹീറോയ്ക്കാണെങ്കിൽ അവൾ ഷെങ്ങിന് വേണ്ടിയിട്ടാണോ അതോ തനിക്ക് വേണ്ടിയിട്ടാണോ മടങ്ങി വന്നതെന്നുള്ള സന്ദേഹവും ഉണ്ടായിരുന്നു. രാത്രിയിൽ ഉറങ്ങാതെ വർക്ക് ചെയ്യുന്ന ഹീറോയുടെ അടുത്തേക്ക് അവളാവട്ടെ സൂപ്പും കൊണ്ട് ചെന്നിട്ട്, നിങ്ങൾക്ക് ഇതുപോലെ വയറ്റിന് പ്രോബ്ലം ഉള്ളതല്ലേ, ഇങ്ങനെ ഒരുപാട് നേരം വിശന്നിരുന്നൂടാന്ന് പറഞ്ഞ് ആ സൂപ്പ് അവന്റെ മുൻപിലേക്ക് വെക്കുന്നുണ്ട്. 5 വർഷമായിരിക്കുന്നു നമ്മളിരുവരുടെ മാരേജ് കഴിഞ്ഞിട്ട്. പക്ഷെ നമ്മളിരുവരും ഇതുവരെ നല്ലപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കിയാൽ മാത്രമേ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്നും ഇനി എന്ത് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവൂന്ന് അവൾ പറയുന്നുണ്ട്. അതിന് ഹീറോ ആവട്ടെ, ഇപ്പോൾ നീ മടങ്ങിയെത്തിയിരിക്കുന്നതിന്റെ കറക്റ്റ് ആയിട്ടുള്ള റീസൺ എന്താണെന്ന് പറയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്റെ അച്ഛനും അമ്മയ്ക്കും വയസ്സായി, അവരെ നോക്കണം, അതുപോലെ മകനെയും നോക്കണമെന്ന് അവൾ പറയുന്നുണ്ട്. ഇത്രയും നാളെ ഞാൻ അവരെയൊക്കെ നന്നായി തന്നെയാണ് നോക്കിയത്, ഈ 2 റീസൺ മാത്രമേ ഉള്ളൂ എന്ന് അവൻ ചോദിക്കുന്നു. ഇല്ല, അതുമാത്രമല്ല, നിങ്ങളെ കൂടി നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മടങ്ങിയെത്തിയിരിക്കുന്നത്. നിങ്ങൾ എന്ത് ചോദിച്ചാലും താൻ അത് ചെയ്യുമെന്ന് തന്നെ അവൾ തറപ്പിച്ച് പറയുന്നു. പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ ഇത്ര ധൃതിപ്പെട്ട് അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്നോർത്ത് ഹീറോയിന് വല്ലാതെ ഭയം തോന്നുന്നു. പെട്ടെന്ന് തന്നെ ഹീറോ ഒരുപടി മുമ്പിലേക്ക് ചാടിക്കൊണ്ട് അപ്പോൾ ഇന്ന് രാത്രി എന്ന് ചോദിച്ചുകൊണ്ട് ഹീറോയിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവൾ ഓക്കെ എന്ന് പറയുന്നു. അവൾ സമ്മതമറിയിക്കുന്നത് കേൾക്കാൻ വേണ്ടി അവൻ കാത്തിരിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ അവളെ ചേർത്ത് പിടിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും ഇത് ബെഡ്റൂമല്ല, അവിടെ ചെന്നിട്ട് പോരെ ബാക്കിയൊക്കെ അവൾ ചോദിക്കുന്നുണ്ടെങ്കിലും അതിനൊന്നും എനിക്ക് ടൈമില്ല എന്ന് പറഞ്ഞ് അവിടെ വെച്ച് തന്നെ റൊമാൻസ് ചെയ്യാൻ ആരംഭിക്കുന്നു. ഇതിനു മുമ്പ് ഹീറോയിനാവട്ടെ വളരെയധികം മോശമായും റൂഡായിട്ടുമാണ് ഹീറോയോട് പെരുമാറിയിരുന്നത്. അവരുടെ വിവാഹം കഴിഞ്ഞ ഇടയ്ക്കും അവൾ അവനോട് പറഞ്ഞിട്ടുമുണ്ട് തനിക്ക് മറ്റൊരു ലവർ ഉണ്ടെന്നും തീർച്ചയായും തന്റെ അച്ഛന്റെ അമ്മയുടെയും പ്രശ്നങ്ങളൊക്കെ മാറുമ്പോൾ അവനുമായി താൻ എപ്പോൾ വേണമെങ്കിലും ഒളിച്ചോടി പോവാമെന്ന്. വളരെ അഹങ്കാരത്തോടെയൊക്കെ ആയിരുന്നു അവളുടെ സംസാരമൊക്കെ. അവൾ വന്നതിന് ശേഷം അവന്റെ ഡിപ്രഷൻ കുറച്ചൊന്ന് കുറയുമെന്ന് കരുതിയെങ്കിലും അവൾ വന്നതിന് ശേഷം ഹൈ ആവുകയാണ് ചെയ്തത്. അവളിനി എപ്പോഴെങ്കിലും വിട്ടിട്ട് പോകുമോ എന്നുള്ള സന്ദേഹവും, അതുമാത്രമല്ല അവൾ പോയതിനു ശേഷം കുഞ്ഞിനെ എങ്ങനെ സമാധാനപ്പെടുത്തുമെന്നോർത്തിട്ടും അവന്റെ ഡിപ്രഷൻ ലെവൽ വളരെ ഹൈ ആയി തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹീറോയിനും ഫാമിലിക്കും ഒന്നും അറിയാതെ തന്നെയാണ് ഹീറോയുടെ ചികിത്സയൊക്കെ ഇതുവരെ നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ കുഞ്ഞിനെ അവർ അക്വേറിയം കാണിക്കാനായി കൊണ്ടുപോകുന്നുണ്ട്. 3 പേരും വല്ലാത്ത സന്തോഷത്തിലായിരുന്നെങ്കിൽ പോലും ഈ സന്തോഷം നിലയ്ക്കുമോ എന്നുള്ള ഭയം ഹീറോയുടെ ഉള്ളിൽ കയറിക്കൂടിയിട്ടുണ്ടായിരുന്നു. നൈറ്റ് ആയപ്പോഴേക്കും 3 പേരും ചേർന്നൊരു ഹോട്ടലിലേക്ക് ഫുഡ് കഴിക്കാനായി പോകുന്നുണ്ട്. ഹീറോയിനാവട്ടെ അവിടുത്തെ റെസ്റ്റ് റൂം യൂസ് ചെയ്യാൻ പോകുന്ന നേരം കൊണ്ട് ചെന്നെന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഹീറോയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അവളാവട്ടെ, സാർ നിങ്ങൾക്ക് എന്നെ ഓർമ്മയുണ്ടോ, എന്റെ പേര് ചെങ്ങെന്നാണെന്നൊക്കെ ഹീറോയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട്. നീ ആരാണ്, എനിക്ക് അറിയില്ലല്ലോ എന്ന് തന്നെ ഹീറോ തിരിച്ചു ചോദിക്കുന്നുണ്ട്. 5 വർഷമായി വയലിൻ പഠിക്കാനായി സാറാണ് എനിക്ക് സ്പോൺസർ ചെയ്യുന്നതെന്ന് അവൾ പറയുന്നുണ്ട്. അങ്ങനെയാണോ? ശരി, നന്നായി തന്നെ പഠിക്കുക, പക്ഷെ ഇതിനെപ്പറ്റി എനിക്ക് ഓർമ്മയില്ല എന്ന് അവൻ പറയുന്നുണ്ടെങ്കിലും അവൾ അവിടെ നിന്ന് പോകാൻ തയ്യാറായില്ല. ഓരോന്നും പറഞ്ഞ് അവിടെ തന്നെ നിന്നു. എന്നാൽ അവളെ കണ്ടുകൊണ്ട് തന്നെയാണ് ഹീറോയിൻ അവിടേക്ക് കയറി വന്നത്. ഹീറോയുടെ ശ്രദ്ധ ആകർഷിക്കൽ തന്നെയാണ് പെൺകുട്ടിയുടെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കിയ ഹീറോയിനാവട്ടെ എപ്പോഴും അവനെ ഹസ്ബൻഡ് എന്നും പേര് ചൊല്ലിയും വിളിക്കുന്ന അവളാവട്ടെ ഹണിയെന്നും ഡാർലിംഗ് എന്നൊക്കെ വിളിച്ച് അവനെ അഭിസംബോധന ചെയ്യുന്നു. ഇത് അവന്റെ ഉള്ളിൽ വല്ലാത്തൊരു ഞെട്ടലുണ്ടാക്കുന്നുണ്ട്. വാ മോളെ, ഞങ്ങളോടൊപ്പം വന്നിരുന്ന് കഴിച്ചോ, നിങ്ങളെയൊക്കെ പഠിപ്പിക്കുന്നത് തന്നെ ഞങ്ങളുടെ മക്കളെ പോലെ കണ്ടിട്ടാണെന്നൊക്കെ അവൾ തട്ടിവിടുന്നു. ഹീറോയിൻ ആ പെൺകുട്ടിയെ അത്ര പിടിച്ചിട്ടില്ല എന്ന് ഹീറോയ്ക്ക് നല്ലപോലെ തന്നെ മനസ്സിലാവുന്നുണ്ട്. അതിന് ആ പെൺകുട്ടിയാവട്ടെ, അതൊന്നും വേണ്ട, ഞാൻ എൻ്റെ ഫ്രണ്ടിനോടൊപ്പമാണ് വന്നത്, നിങ്ങൾ കഴിക്കൂ, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവിടം വിട്ടു പോകുന്നു. ഇവൾക്കിനി എന്റെ മേലിൽ പൊസസീവ്നെസ് ഉണ്ടായതാണോ അതോ ഇതെല്ലാം തന്റെ സങ്കല്പങ്ങൾ മാത്രമാണോ എന്ന മട്ടിൽ തന്നെ ഹീറോയിനെ കണ്ണെടുക്കാതെ ഹീറോ നോക്കുന്നുണ്ട്. ആ പെൺകുട്ടി അവിടെ നിന്ന് പോയതിനു ശേഷം ഹീറോ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആ പെൺകുട്ടിയുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല. സ്പോൺസർഷിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഞാൻ അവളെ ഫസ്റ്റ് കാണുന്നത്. അവളുടെ മുഖം പോലും എനിക്ക് നേരെ ചൊവ്വേ ഓർമ്മയില്ല. എന്തിനാണ് അവൾ ഇപ്പോൾ വന്ന് തന്നോട് ഇങ്ങനെ സംസാരിച്ചതെന്ന് പോലും അറിയില്ല. ദയവ് ചെയ്ത് തന്നെ തെറ്റിദ്ധരിക്കരുതെന്ന് പറയുമ്പോൾ ഈ രീതിയിലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. എനിക്ക് നിങ്ങളുടെ സംസാരം കേട്ടപ്പോൾ തന്നെ എല്ലാം മനസ്സിലായതാണെന്ന്. തനിക്ക് അവനെ വിശ്വാസമാണെന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ഹീറോയിന്റെ സംസാരം മുഴുവൻ. തിരിച്ച് കാറിലേക്ക് കയറിയപ്പോൾ അവരുടെ കുട്ടിയാവട്ടെ നന്നായി ഉറങ്ങിത്തട്ടുന്നുണ്ടായിരുന്നു. അവനോട് ഉറങ്ങാനായി ഹീറോ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അതൊന്നും വേണ്ട, ഇതൊരു സ്വപ്നമാണെങ്കിൽ നാളെ ഞാൻ കണ്ണു തുറക്കുമ്പോൾ ഇതെല്ലാം അവസാനിച്ചു പോവുകയല്ലേ, എന്തായാലും ഞാൻ ഉറങ്ങില്ല. നമ്മൾ 3 പേരും ചേർന്ന് ഈ ഒരു ദിവസം എത്ര സന്തോഷമുള്ളതായിരുന്നു എന്ന് ആ കൊച്ചുകുട്ടി പറയുമ്പോൾ
മോനെ, ഇതൊരിക്കലും സ്വപ്നമല്ല, യാഥാർത്ഥ്യമാണ്. നമ്മൾ 3 പേരും സന്തോഷത്തോടെ തന്നെ ഇനിയുള്ള കാലം ജീവിക്കും. നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, നന്നായി തന്നെ ഉറങ്ങിക്കോളാൻ പറയുമ്പോൾ കുട്ടിയാവട്ടെ കണ്ണുകളടച്ച് സമാധാനമായി ഉറങ്ങുന്നു. ഹീറോയിനാവട്ടെ ഉറക്കം നടിച്ച് കിടക്കുകയായിരുന്നു. അവരുടെ സംസാരമെല്ലാം ഹീറോയിൻ കേട്ടിരുന്നു. അതൊക്കെ കേട്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. പിറ്റേ ദിവസം മുതൽ കുഞ്ഞിന്റെ ഒരു കാര്യവും ശ്രദ്ധിക്കാതിരുന്ന ഹീറോയിനാവട്ടെ അവന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. വളരെ കരുതലോടെ തന്നെയാണ് മകന്റെ എല്ലാ കാര്യങ്ങളും അവൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊക്കെ കണ്ട് മെയ്ഡ്സ് ആവട്ടെ വല്ലാതെ ആശ്ചര്യപ്പെടുന്നു. ആ ഒരു സമയത്താണ് മകന്റെ ഡയറി അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതെടുത്ത് വായിച്ചു നോക്കിയപ്പോഴാവട്ടെ അവന്റെ മനസ്സ് എത്രത്തോളം ഫീൽ ചെയ്തിരുന്നു എന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അച്ഛനുമായി പുറത്തേക്കൊക്കെ പോകുമ്പോൾ അവനാവട്ടെ അവന്റെ അമ്മയെ ഒരുപാട് മിസ് ചെയ്തിരുന്നു. ഒരിക്കൽ പോലും ഹീറോ ആവട്ടെ അവളെക്കുറിച്ചൊരു മോശമായ വാക്കുപോലും മകനോട് പറഞ്ഞിട്ടില്ല. നിന്റെ അമ്മ വളരെ സുന്ദരിയാണെന്നും നിന്റെ അമ്മയാവട്ടെ വയലിൻ വളരെ നന്നായി വായിക്കുമെന്നും വയലിൻ വായിക്കുന്നതിൽ നിന്റെ അമ്മ വളരെ ഫേമസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ജോലികൾ അവൾക്ക് ചെയ്തു തീർക്കാനുണ്ട്. അതുകൊണ്ട് വളരെ ബിസിയാണവൾ. തീർച്ചയായും ഒരു ദിവസം നിന്റെ അമ്മ കാണാൻ വരും. അതുവരെ നീ നല്ല കുട്ടിയെ തന്നെ ഇരിക്കണം. നിന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞാൻ നിന്റെ അമ്മയ്ക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഓരോരോ കള്ളങ്ങൾ പറഞ്ഞാണ് കുഞ്ഞിനെ സമാധാനപ്പെടുത്തി ഇത്രയും നാളും അവൻ വളർത്തിക്കൊണ്ടുവന്നത്. ഡയറിയിൽ നിന്ന് ഈ വിവരങ്ങളൊക്കെ മനസ്സിലാക്കി ഹീറോയിനാവട്ടെ വല്ലാതെ വിഷമിക്കുകയും കരഞ്ഞുകൊണ്ട് തന്നെ ആ ഡയറി നെഞ്ചോട് ചേർക്കുകയും ചെയ്യുന്നു. മനസ്സ് നന്നായി വേദനിച്ചതുകൊണ്ട് തന്നെ ഹീറോയിനാവട്ടെ അവളുടെ ഫ്രണ്ടിനെ വിളിച്ചു വരുത്തിയതിനു ശേഷം ഒരുപാട് മദ്യപിക്കുന്നു. ഓരോന്നും പറഞ്ഞ് ഫ്രണ്ട് അവളെ സമാധാനപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഹീറോയിൻ വീണ്ടും വീണ്ടും മദ്യപിച്ചുകൊണ്ടേയിരുന്നു. വേറെ വഴിയില്ലാത്തത് കൊണ്ട് തന്നെ ഫ്രണ്ട് ആവട്ടെ ഹീറോയെ വിളിക്കുന്നുണ്ട്. ഇതിനപ്പുറം നിങ്ങളുടെ വൈഫിനെ ഞങ്ങളെ കൊണ്ട് സമാധാനിപ്പിക്കാൻ സാധിക്കില്ല, ഇവിടെ വന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നതിന് ഫ്രണ്ട് പറയുമ്പോൾ ഹീറോ അവിടേക്ക് ചെല്ലുന്നുണ്ട്. ഹീറോയെ കണ്ടതും അവനോട് വിവരം പറഞ്ഞിട്ട് തന്നെ ഫ്രണ്ട് അവിടം വിട്ടു പോകുന്നു. ടൈം ഒരുപാടായി, മകൻ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, വീട്ടിലേക്ക് പോകാമെന്ന് ഹീറോ പറയുന്നുണ്ടെങ്കിലും അതൊന്നും സാധിക്കില്ല. തനിക്ക് കമ്പനി ഇതാന്ന് പറഞ്ഞ് ഹീറോയും അവൾ അവിടെ പിടിച്ചെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അതൊന്നും പറ്റില്ല, ടൈം ഒരുപാടായി, വീട്ടിലേക്ക് പോകണമെന്നവൻ പറയുന്നുണ്ടെങ്കിലും അവൾ അവസാനം പറയുന്നുണ്ട് കുഞ്ഞിന്റെ ഡയറി മുഴുവൻ അവളെടുത്ത് വായിച്ചു എന്ന്. പിന്നീട് ഹീറോയ്ക്കും എന്ത് പറയണോന്നറിയില്ലായിരുന്നു. അതുകൊണ്ട് അവളോടൊപ്പം തന്നെ അവനും അവിടെ ഇരിക്കുന്നുണ്ട്. നിങ്ങളോടെങ്ങനെ നന്ദി പറയണോന്ന് എനിക്കറിയില്ല. അതുമാത്രമല്ല നന്ദി പറയാനുള്ള അർഹത പോലും എനിക്കില്ല. ഞാൻ വളരെ മോശമായിട്ടുള്ള അമ്മയാണ്. ഈ ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും മോശകരമായ ഒരു അമ്മയാണ് ഞാൻ. എന്നാൽ നിങ്ങൾ അങ്ങനെയല്ല. ഞാൻ നിങ്ങളെ ഒരുപാട് അപമാനിച്ചിട്ടുണ്ട്, ഒരുപാട് നാണം കെടുത്തിയിട്ടുണ്ട്, അവഗണിച്ചിട്ടുണ്ട്. എത്രത്തോളം മോശമായിട്ടാണ് ഞാൻ നിങ്ങളെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അതുപോലും നിങ്ങൾ മനസ്സിൽ വെച്ച് എന്നോട് പെരുമാറിയിട്ടില്ല. കുഞ്ഞിനെ പോലും തന്നെ പറ്റി നല്ലത് മാത്രം പറഞ്ഞാണ് വളർത്തിയിരിക്കുന്നത്. എന്നാൽ താൻ അതിനൊന്നും അർഹയല്ല എന്നൊക്കെ ഓരോന്നും പറഞ്ഞ് ഭയങ്കരമായി ഫീൽ ചെയ്ത് തന്നെ അവൾ കരയുന്നുണ്ട്. ഹീറോയും ഓരോന്ന് പറഞ്ഞ് അവളെ സമാധാനപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവളുടെ മനസ്സിനെ ശാന്തമാക്കാൻ അവനും സാധിച്ചില്ല. പിറ്റേ ദിവസം ജോലിക്കാരിയാവട്ടെ ഹീറോയിന്റെ പക്കലേക്ക് ഒരു ബോക്സ് എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട്. അതിലൊരു ഹാർഡ് ഡിസ്ക് ഉണ്ടായിരുന്നു. കുഞ്ഞിന്റെ വളർച്ചയുടെ ഓരോ ഘട്ടവും ഹീറോയിൻ ഒരിക്കൽ മിസ് ചെയ്യുമെന്ന് മുൻകൂട്ടി കണ്ടിരുന്ന ഹീറോ ആവട്ടെ ഇതിനോടകം തന്നെ അവൻ ജനിച്ചപ്പോൾ മുതലുള്ള ഫോട്ടോസും അവന്റെ ഓരോ വളർച്ചയുടെ ഘട്ടങ്ങളും അതിൽ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുഞ്ഞ് സ്വന്തമായി ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത് മുതൽ അവളെ അമ്മ എന്ന് വിളിക്കുന്നത് വരെ ഹീറോ പഠിപ്പിക്കുന്നത് അതിലുണ്ടായിരുന്നു. എന്നിരുന്നാലും അതൊക്കെ കണ്ട് ഹീറോയിന്റെ കണ്ണുകൾ നിറയുകയും അവൾ ഉടനടി തന്നെ ഹീറോയെ വിളിക്കുകയും ചെയ്യുന്നു. വിളിച്ചിട്ട് എന്ത് പറയണമെന്ന് പോലും അവൾക്കറിയില്ലായിരുന്നു. എന്നിരുന്നാലും നീ അത് മുഴുവൻ കണ്ടോ എന്ന് ഹീറോ ചോദിക്കുന്നു. എന്തിനാണ് ഇത്രയധികം വീഡിയോസ് എടുത്തു വെച്ചിരിക്കുന്നതെന്ന് ഹീറോയിൻ അവനോട് ചോദിക്കുന്നുണ്ട്. ഒരിക്കലും നീ അവന്റെ വളർച്ചാഘട്ടമൊന്നും മിസ്സാക്കി കൂടാതെന്ന് എനിക്ക് തോന്നി. അതുമാത്രമല്ല കുഞ്ഞൊരു സ്റ്റേജ് കഴിയുമ്പോൾ ഇതൊക്കെ അങ്ങ് മറന്നു പോകും. പക്ഷെ നമ്മൾ ഇരുവരും അങ്ങനെയല്ലല്ലോ, നമുക്കത് എന്നും ഓർത്തു വെക്കാനായിട്ടുള്ള നല്ല ഓർമ്മകളാണ്. അപ്പോൾ നീ ഒരിക്കലും അത് മിസ് ചെയ്യാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ നിനക്ക് വേണ്ടിയാണ് അത് മുഴുവൻ എടുത്തു വെച്ചിരിക്കുന്നത്. തീർച്ചയായും ഒരു ദിവസം നീ വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഇതെല്ലാം നിനക്ക് കാണാൻ സാധിക്കുമെന്നും ഞാൻ വിശ്വസിച്ചിരുന്നു എന്ന് അവൻ ഉറപ്പോടെ തന്നെ പറയുന്നു. വൈകിട്ടായപ്പോൾ ഹീറോയിൻ കുഞ്ഞിനെ പിക്കാൻ പോകുന്നു. അവന്റെ ഗ്രേഡ്സ് ഒക്കെ കണ്ട് അവൾക്ക് വല്ലാതെ സന്തോഷമാവുന്നുണ്ട്. നല്ല മാർക്ക് തന്നെ അവൻ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ മ്യൂസിക്കിന്റെ മാർക്ക് കണ്ടപ്പോൾ അവൾ വല്ലാതെ അന്താളിച്ചു പോകുന്നുണ്ട്. കാരണം അവൻ ഫെയിൽ ആയിരിക്കുകയാണ്. വീട്ടിലെത്തിയ ഉടനെ തന്നെ അവൾ അവരുടെ മാർക്ക് ലിസ്റ്റ് ഹീറോയെ ഏൽപ്പിക്കുന്നുണ്ട്. അവനവിടെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ് കൊച്ചുകുട്ടി അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നിങ്ങൾ എന്തിനാ വളരെ നന്നായിട്ടുണ്ടെന്ന് പറയുന്നത്? അവൻ മ്യൂസിക്കിൽ ഫെയിലായെന്ന് തന്നെ ഹീറോയിൻ അന്താളിപ്പോടെ പറയുന്നുണ്ട്. അത് അവന്റെ തെറ്റല്ല. എത്രയൊക്കെ ശ്രമിച്ചാലും തന്നെ കൊണ്ട് മ്യൂസിക് എന്ന് പറയുന്ന ഒരു കാര്യമേ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ മ്യൂസിക്കിനെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും അവനെ കൊണ്ട് പഠിപ്പിക്കാൻ തന്നെ കൊണ്ട് സാധിച്ചതുമില്ല എന്ന് അവൻ പറയുന്നു. ഉടനടി തന്നെ ഹീറോയിൻ വയലിൻ എടുത്തുകൊണ്ട് വന്നിട്ട് ഇതിനപ്പുറം നീ മ്യൂസിക്കിൽ ഫെയിൽ ആവാൻ പാടില്ല, മനസ്സിലായോ? നിന്റെ അമ്മയാണെങ്കിൽ ഈ ലോകം അറിയപ്പെടുന്ന ഒരു മ്യൂസീഷ്യനാണ്. അപ്പോൾ നീ ഇതിലിങ്ങനെ ഫെയിലായാൽ എങ്ങനെ ശരിയാവുമെന്ന് ചോദിച്ചുകൊണ്ട് തന്നെ വയലിൻ അവളൊന്ന് വായിച്ചതിന് ശേഷം കുഞ്ഞിന്റെ പക്കലേക്ക് അത് വായിക്കാനായി കൊടുക്കുന്നുണ്ട്. വളരെ അരോചകമായ രീതിയിലായിരുന്നു അവന്റെ മ്യൂസിക്. എന്നിരുന്നാലും മകനാവട്ടെ ഹീറോയിന്റെ മ്യൂസിക്കിലെ വാസനയൊന്നും കിട്ടിയിരുന്നില്ല. അവൻ ഹീറോയെ പോലെയായിരുന്നു. ഹീറോയിനാണെങ്കിൽ അവന്റെ മ്യൂസിക് കേട്ടിട്ട് സഹിക്കാൻ പോലും സാധിച്ചില്ല. ഇന്നത്തേക്ക് ഇത് മതിയെന്ന് പറഞ്ഞ് വയലിന് റെസ്റ്റ് കൊടുക്കെന്ന് പറഞ്ഞ് തന്നെ അവൾ ആ വയലിൻ വാങ്ങി വെക്കുന്നുണ്ട്.
അവൾ ടെൻഷനാവുന്ന കണ്ടിട്ട് തന്നെ നീ അത് വിട്ടേക്ക്, ചിലപ്പോൾ അവൻ എന്നെ പോലെ ആയിരിക്കാം, കുറേശ്ശെ അവനെ പഠിപ്പിച്ച് മനസ്സിലാക്കി എടുക്കാവുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവളെ സമാധാനപ്പെടുത്തുന്നുണ്ട് ഹീറോ. എന്നിരുന്നാലും ഹീറോയിന് അത് ഉൾക്കൊള്ളാൻ വളരെയധികം പ്രയാസം തോന്നി. ഇത്രയും വലിയ മ്യൂസീഷ്യനായിട്ട് പോലും തന്റെ മകന് മ്യൂസിക് വരുന്നില്ല എന്ന് വെച്ചാൽ എന്താ ചെയ്യുകയെന്ന് ഓർത്തിട്ട് അവൾ വല്ലാതെ ടെൻഷനാവുന്നുണ്ട്. എന്നിരുന്നാലും കുളിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ പോലും മ്യൂസിക്കിന്റെ ഓരോരോ കാര്യങ്ങളും അവൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതേസമയം തന്നെ അവളുടെ അമ്മയും അച്ഛനും ഹീറോയിനെ ഫോൺ ചെയ്യുന്നുണ്ട്. മകനെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വന്ന് അവർ പറയുമ്പോൾ തന്നെ ഹീറോ അവിടെ തനിക്ക് ചില ജോലി തിരക്കുകളുണ്ട്, അതുമൂലം വരാൻ സാധിക്കില്ല എന്നും അറിയിക്കുന്നു. ഹീറോ അവിടെ ഡിപ്രഷന്റെ മെഡിസിൻ എടുക്കുന്നത് കൊണ്ട് തന്നെ ഡോക്ടേഴ്സ് ആവട്ടെ അവനോടൊരു ഫോം ഫില്ല് ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവർ പോയ സമയത്തിന് ഹീറോ ആവട്ടെ ആ ഫോം ഫില്ല് ചെയ്യുന്നുണ്ട്. എന്നാൽ അബദ്ധവശാൽ ഫിൽ ചെയ്ത ഫോം ആവട്ടെ കുട്ടിയുടെ സ്റ്റഡി ടേബിളിൽ വെച്ചിട്ടാണ് പോകുന്നത്. എന്നാൽ കുഞ്ഞിന്റെ സ്റ്റഡി ടേബിളിന്റെ അടുത്തേക്ക് വന്നിരുന്ന ഹീറോയിനാവട്ടെ ഈ ഫോം കണ്ടതും കുഞ്ഞിനാണ് ഡിപ്രഷൻ എന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നു. ഈ ചെറുപ്രായത്തിൽ തന്നെ തന്റെ മകന് ഡിപ്രഷൻ വന്നതിന് കാരണം താനായിരിക്കാമെന്ന് തെറ്റിദ്ധരിച്ച ഹീറോയിനാവട്ടെ നിർത്താതെ വയലിൻ വായിക്കുന്നുണ്ട്. ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ അവൾ രാവിലെ അത് വായിക്കാൻ തുടങ്ങിയതാണ്. അവളുടെ ഈ അവസ്ഥ കണ്ടിട്ട് ഫ്രണ്ട് ആവട്ടെ വല്ലാതെ പകച്ചു പോകുന്നുണ്ട്. ഫ്രണ്ട് ആവട്ടെ യാചന രൂപേണ തന്നെ എനിക്ക് വല്ലാതെ ഭയമാവുകയാണ്, നീ രാവിലെ തുടങ്ങിയതല്ലേ, ഇതൊന്ന് നിർത്തുന്നു തന്നെ പറയുന്നു. പെട്ടെന്ന് തന്നെ ഹീറോയിൻ അത് വായിക്കുന്നത് നിർത്തിയിട്ട് താനൊരു നല്ല അമ്മയല്ല, 5 വയസ്സുള്ള തന്റെ കുഞ്ഞിന്റെ ഈ അവസ്ഥയ്ക്ക് താൻ തന്നെയാണ് കാരണം. അതിന് ഫ്രണ്ട് ആവട്ടെ നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞാനൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം, അവന്റെ ഇപ്പോഴത്തെ സ്റ്റേജും അവസ്ഥയും മനസ്സിലാക്കി അവന്റെ അസുഖം നമുക്ക് ഭേദപ്പെടുത്തിയെടുക്കാം, നീ ഒന്നുകൊണ്ടും ടെൻഷൻ ആവണ്ട എന്നൊക്കെ പറഞ്ഞ് ഹീറോയിനെ ധൈര്യപ്പെടുത്തുന്നുണ്ട്. പിറ്റേ ദിവസം ഹീറോയിൻ അവിടെ അവളുടെ അച്ഛനും അമ്മയും മീറ്റ് ചെയ്യാനായി പോകുന്നുണ്ട് മകനുമായി. അവരുടെ ഫിനാൻഷ്യൽ ക്രൈസിസ് സോൾവ് ചെയ്തതും അതുപോലെ അവളുടെ അച്ഛന്റെ സർജറിക്ക് പോലും ഒരു മകനെ പോലെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയത് ഹീറോ തന്നെയാണ്. ഇതൊക്കെ അറിഞ്ഞ് ഹീറോയിന്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ട്. കാരണം ഒരു മകളായും ഭാര്യയായും അമ്മയായും താനൊരു പരാജയമാണല്ലോ എന്നോർത്തിട്ട്. ഭാര്യ ഓടിപ്പോയി എന്ന് പറയുന്നത് ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം എത്രയും നാണക്കേട് ഉളവാക്കുന്ന ഒരു കാര്യമാണ്. സമൂഹത്തിലുള്ളവരൊക്കെ ഏത് രീതിയിൽ സംസാരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. എന്തായാലും വളരെയധികം വലിയൊരു പണക്കാരനും ബിസിനസ്സുകാരനുമായ ഹീറോയും അവർ വെറുതെ വിടില്ല. പല മീറ്റിങ്ങുകളിലും ആളുകളുടെ പരിഹാസം അവൻ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ ഒരു മീറ്റിങ്ങിനാണ് ഇപ്പോഴും അവൻ പോയിരിക്കുന്നത്. അവിടെയും അവൻ ഒരു പരിഹാസ കഥാപാത്രമാവുമെന്ന് തന്നെ അവളുടെ അച്ഛൻ അവളോട് പറഞ്ഞിരുന്നു. ഹീറോയിന്റെ കുറച്ച് ഫാമിലി മെമ്പേഴ്സ് അവിടെ ഇരുന്ന് ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുകയായിരുന്നു. ഹീറോയിനുമായിരുന്നു അവരുടെ ചർച്ചാ വിഷയം. അവന് എന്ത് കുറവുണ്ടായിട്ടാണോ എന്തോ അവൾ ഉപേക്ഷിച്ച് പോയി എന്നൊക്കെ പറഞ്ഞ് ഹീറോയെ പരിഹസിച്ച് അവർ സംസാരിക്കുന്നു. സോറി ഹണി, ലേറ്റ് ആയി പോയോ എന്ന് ചോദിച്ചോണ്ട് ഇതേ സമയം തന്നെ ഹീറോയിൻ അവിടേക്ക് കടന്നു വരുന്നു. ഇവളെന്താണ് ഈ ടൈമിൽ ഇവിടെ വന്നിരിക്കുന്നതെന്ന് ആശ്ചര്യത്തോടെ തന്നെ ഹീറോ പകപ്പോടെ അവളെ നോക്കുന്നുണ്ട്. വന്നപാടെ തന്നെ നല്ലൊരു കപ്പിൾസ് ആണെന്നുള്ള രീതിയിൽ തന്നെ അവൾ എല്ലാവരുടെ മുമ്പിൽ പെരുമാറുന്നു. ഇത് കണ്ടിട്ട് ആ കൂട്ടത്തിലെ ഒരാളാവട്ടെ ഇവളെപ്പോഴാ വന്ന് എന്താ ഈ നടക്കുന്നതെന്ന മട്ടിൽ തന്നെ നോക്കുന്നുണ്ട്. എന്റെ ഹസ്ബൻഡിന് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് നിങ്ങൾ സംസാരിച്ചാൽ തീരില്ലല്ലോ, അത് എന്നോട് തന്നെ വിളിച്ചു ചോദിക്കണം. ഇപ്പോൾ നിങ്ങളുടെയൊക്കെ വൈഫിനെ വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ കുറവുണ്ടെന്ന് സ്പീക്കറിലിട്ട് ചോദിക്കട്ടോ, അത് കേൾക്കാനായി നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന് അവരോട് അവൾ ചോദിക്കുന്നു. ഇത് കേട്ടതും അവരുടെ മുഖഭാവം മാറുന്നുണ്ട്. അവരുടെ ബന്ധത്തെ ചൊല്ലി അവരെല്ലാം അസൂയപ്പെടാനും അവരെയെല്ലാം നാണം കെടുത്താൻ വേണ്ടി ഹീറോയിനാവട്ടെ ഹീറോ കുടിക്കാൻ വാങ്ങിച്ച ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങി മുഴുവനും കുടിക്കുന്നുണ്ട്. എന്റെ ഹസ്ബൻഡിനോട് ചേർന്ന് ഡ്രിങ്ക്സ് കഴിക്കാനുള്ള യാതൊരു യോഗ്യതയും നിങ്ങൾക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡ്രിങ്ക്സ് ഒരുപാട് ഉള്ളിച്ചെന്നതുകൊണ്ട് തന്നെ ഹീറോയിൻ ആടിയാണ് നടക്കുന്നത്. ഹീറോ എടുത്ത് താനിപ്പോൾ റെസ്റ്റ് റൂമിൽ പോവുകയാണെന്നും തന്റെ പിന്നാലെ വരരുത്, ഇവിടെ നിൽക്കണമെന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് അവൾ റെസ്റ്റ് റൂം യൂസ് ചെയ്യാനായി പോകുന്നു. ചെങ്ങും ഇതേ സമയം പാർട്ടിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവളും ഒരുപാട് മദ്യപിച്ച് ഹീറോയുടെ അടുത്തേക്ക് വീഴാനായി പോകുന്നുണ്ടെങ്കിലും ഹീറോ ഒഴിഞ്ഞു മാറുന്നുണ്ട്. തുടർന്ന് ഹീറോ സംസാരിക്കുന്നുണ്ട്. നിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയാം, നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഈ ട്രിക്കുകളൊന്നും എൻ്റെ അടുത്ത് ചെലവാവില്ല. എന്റെ പിന്നാലെ നടന്ന് നിന്റെ ടൈം വേസ്റ്റ് ചെയ്യാതെ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്തു തീർക്കാൻ നോക്കുന്ന എന്നെ ഹീറോ വ്യക്തമാക്കുന്നു. എന്നാൽ ചെന്നു ഇതേ സമയം പറയുന്നുണ്ട്, നിങ്ങളുടെ അടുത്തേക്ക് അടുക്കാനായി ഞാൻ എന്തോരം ട്രൈ ചെയ്യുന്നുണ്ടെന്നറിയാമോ, എന്നാൽ നിങ്ങളാവട്ടെ അവളുടെ അടുത്തേക്ക് വീണ്ടും വീണ്ടും പോവുകയാണ്. അവൾക്ക് നിങ്ങളുടെ മേലിൽ കരുതലുമില്ല സ്നേഹവുമില്ല, അതുകൊണ്ടാ വിട്ടിട്ട് പോയേ, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ അവള് ഹീറോയെ ദേഷ്യം പിടിപ്പിക്കാനായി പറയുന്നുണ്ട്. ഇതെല്ലാം അവിടേക്ക് വന്ന ഹീറോയിനും കേട്ടിരുന്നു. നിനക്ക് ഇവിടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ വൈഫിനെ പറ്റി നീ ഇനി ഒരു അക്ഷരവും മിണ്ടരുത്. ഇനി എന്റെ വാക്ക് ധിക്കരിച്ച് എന്തെങ്കിലും അവളെ കുറിച്ച് പറയാനാണ് ഭാവമെങ്കിൽ തീർച്ചയായും ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്ന് പറഞ്ഞ് ഹീറോ അവളെ വിരട്ടുന്നുണ്ട്. അവിടെ തന്നെ ഹീറോയിൻ ശബ്ദമുണ്ടാക്കുന്നുണ്ട്. നമുക്ക് പോയാലോ എന്ന് അവനോട് ചോദിക്കുകയും ചെയ്യുന്നു. പിന്നിൽ നിന്ന് ഒരുപാട് ടൈമായി വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ചുകൊണ്ട് അവനെ പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ അവിടെ നിന്ന് അനങ്ങുന്നുണ്ടായിരുന്നില്ല. എന്ത് പറ്റിയെന്ന് ഹീറോയിൻ സംശയത്തോടെ ചോദിക്കുമ്പോൾ അവൾ എന്താണ് ചെയ്തതെന്നും പറഞ്ഞെന്നും നിനക്കറിയാമോ എന്ന് അവൻ പരിഭ്രാന്തിയോടെ ചോദിക്കുന്നു. സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടിരുന്നു എന്ന് ഹീറോയിൻ പറയുമ്പോൾ അപ്പോൾ നിനക്ക് എന്റെ മേലിൽ യാതൊരു കരുതലുമില്ലേ? ഇത്രയൊക്കെ കേട്ടിട്ട് നിനക്ക് യാതൊരു റിയാക്ഷനും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ എന്റെ റിയാക്ഷൻ ഇതാണ്, അത് നിങ്ങളെ തീർച്ചയായും ബുദ്ധിമുട്ടിക്കും, അതുകൊണ്ടാണ് ഒന്നും മിണ്ടാതിരുന്നതെന്ന് പറഞ്ഞ് ഹീറോയിൻ അവനെ കിസ് ചെയ്യുന്നുണ്ട്. ഇത് കണ്ട് ചെങ്ങാവട്ടെ വളരെയധികം ദേഷ്യത്തോടെ തന്നെ അവിടം വിട്ടു പോകുന്നു. പിറ്റേ ദിവസം എഴുന്നേറ്റപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങളൊന്നും അവൾക്ക് ഓർമ്മയില്ലായിരുന്നു. എന്നിരുന്നാലും കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങളൊക്കെ അവൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. കുടിച്ചു തീരെ ബോധമില്ലായിരുന്ന ഹീറോയിനാവട്ടെ നൈറ്റ് അവനെ ഉറങ്ങാൻ പോലും വിടാതെ റൊമാൻസ് ചെയ്തുകൊണ്ടേയിരുന്നു. മാനം പോയല്ലോ, ഇനി എങ്ങനെ അവന്റെ മുഖത്ത് നോക്കുമെന്ന് ഓർത്തിട്ട് അവൾക്ക് വല്ലാതെ ജാളിത അനുഭവപ്പെട്ടു.
എങ്ങനെ അവനെ ഫേസ് ചെയ്യുന്നോർത്തിട്ട് ഹീറോയിനാവട്ടെ ഹീറോ വന്നിരുന്ന ഉടനെ തന്നെ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് നേരെ സ്കൂളിലേക്ക് പോകാനായി തുടങ്ങുന്നു. പിന്നീട് ഒരാഴ്ചത്തേക്ക് ഹീറോ ബിസിനസ് ട്രിപ്പ് പോകണമെന്ന് മനസ്സിലാക്കിയ ഹീറോയിനാവട്ടെ അവളുടെ ഫ്രണ്ടുമായി ചേർന്ന് കുഞ്ഞുമായി പുറത്തൊക്കെ ഒന്ന് പോയി ചുറ്റിയടിച്ചിട്ട് വരാമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. മകന് ഡിപ്രഷൻ ആണെന്നാണല്ലോ അവൾ കരുതിയിരിക്കുന്നത്. അതുകൊണ്ട് അവനൊന്ന് റിലാക്സ് ആവാനും സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തത്. അപ്പോഴേക്കും ജയിൽ മോചിതനായ ഷെങ്ങും അവിടേക്ക് വരുന്നുണ്ട്. ഹീറോയിൻ അവിടെ ഉണ്ടാവുമെന്ന് കരുതിയിട്ടല്ല അവൻ അവിടെ വന്നത്. ഇരുവരും പരസ്പരം കാണുന്നുമുണ്ട്. അവനെ കണ്ട നിമിഷം തന്നെ പിന്നീട് അവിടെ നിൽക്കാൻ ഹീറോയിന് തോന്നിയില്ല. അവിടെ നിന്ന് പോകാൻ തുടങ്ങിയെങ്കിലും തനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്, കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ച് സമയം തരാമോ എന്ന് ചോദിച്ച് അവൻ അവളോട് യാചിക്കുന്നു. ഹീറോയിന്റെ വിവാഹം കഴിഞ്ഞ വിവരമൊന്നും ഷെങ്ങിന് അറിയില്ലായിരുന്നു. വിവാഹത്തിന് മുമ്പാണ് അവൻ ജയിലിലേക്ക് പോയത്. ഹീറോയിനാവട്ടെ ഷെങ്ങിനെ കൂട്ടിക്കൊണ്ടുപോയി ഇതാണ് എന്റെ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് അച്ഛൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയും അവന്റെ പ്രോജക്റ്റുകളെല്ലാം യാങ്ങിന്റെ അച്ഛനോട് വിശദീകരിക്കുകയും തുടർന്ന് അവനെ വിശ്വസിച്ച് അദ്ദേഹം പണം ഇൻവെസ്റ്റ് ചെയ്യുകയായിരുന്നു അവന്റെ പ്രോജക്റ്റുകൾക്ക് വേണ്ടി. എന്നാൽ ഇൻവെസ്റ്റ് ചെയ്ത പണം യാതൊരു ബിസിനസ്സിനും ഉപയോഗിക്കാതെ തന്നെ അവന്റെ ആവശ്യങ്ങൾക്കായി എടുത്ത് ചിലവാക്കി. യാതൊരു ബിസിനസ് തുടങ്ങിയതുമില്ല. അങ്ങനെയാണ് അവരുടെ കുടുംബത്തിന്റെ കമ്പനിയെല്ലാം ലോസ് ആവുകയും ചെയ്തത്. ഇത്രയും നാളും ഇതൊക്കെ ഹീറോയുടെ പണിയായിരുന്നു എന്നാണ് അവൾ വിശ്വസിച്ചിരുന്നത്. ഇപ്പോഴെല്ലാ സത്യങ്ങളും അവൾ തിരിച്ചറിഞ്ഞല്ലോ. ചെയ്യാനുള്ളതൊക്കെ ചെയ്തു വെച്ചിട്ട് അവസാനം വന്ന് അവളോട് മാപ്പപേക്ഷിക്കുകയാണ്. നിന്റെ അച്ഛനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതിയത്. പക്ഷെ അത് നഷ്ടത്തിലായിപ്പോയി. തന്നോട് ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ തന്നെ ഹീറോയിനാവട്ടെ തന്റെ വിരലിൽ കിടക്കുന്ന വിവാഹമുദ്രം കാണിച്ച് താൻ വിവാഹിതയാണെന്നും തനിക്ക് 5 വയസ്സുള്ള ഒരു മകനുമുണ്ട്. എത്ര ക്യൂട്ടാണെന്നറിയാമോ എന്റെ മകൻ, അവന്റെ അച്ഛനെ പോലെ തന്നെയാണെന്നൊക്കെ ഹീറോയിൻ കഥ തട്ടിവിടുന്നു. എന്നോട് ദേഷ്യമാണെന്നറിയാം, പക്ഷേ അതിന് ഇങ്ങനെയുള്ള കള്ളങ്ങളൊന്നും പറയുന്നത് ശരിയല്ല എന്ന് അവൻ പറയുന്നുണ്ട്. ഇതൊന്നും താൻ വിശ്വസിക്കില്ല, വിശ്വസിക്കുന്ന പോലെ എന്തെങ്കിലും പറയുന്നവൻ പറയുമ്പോൾ ഇത് തന്നെയാണ് സത്യം, ജിന്നാണ് തന്റെ ഹസ്ബൻഡ് എന്ന് ഹീറോയിൻ വെളിപ്പെടുത്തുന്നത്. എന്താ അവന് എല്ലാ കാര്യങ്ങളും അറിയാം. അവൻ വിചാരിച്ചെങ്കിൽ നിങ്ങളുടെ കമ്പനിയെ രക്ഷിക്കാൻ സാധിച്ചേനെ. അവൻ എന്നോട് സത്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളുടെ കമ്പനിയുടെ ഇൻവെസ്റ്റ്മെന്റ് ഞാൻ തീർച്ചയായും ചോദിക്കില്ലായിരുന്നു. ഈ ബിസിനസ്സും ഞാൻ തുടങ്ങി വെക്കില്ലായിരുന്നു. അവൻ ആ ഒരു ടൈമിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്തില്ലല്ലോ എന്ന് തന്നെ അവൻ പറയുന്നു. അതിന് ഹീറോയിനാവട്ടെ എന്റെ ഹസ്ബൻഡിനെ പറ്റി പറയാൻ നിങ്ങൾക്ക് യാതൊരു റൈറ്റ്സും ഇല്ല. ഇപ്പോൾ എന്റെ കമ്പനിയും അതുപോലെ എന്റെ കുടുംബവും നന്നായി തന്നെയാണ് പോകുന്നത്. ഇതൊന്നും പറയാൻ നിനക്ക് യാതൊരു അർഹതയുമില്ല. കൂടെ സ്നേഹിച്ചു കിടന്ന പെൺകുട്ടിയെ ചതിക്കാനാണ് നീ ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ നീ ഇനിയൊന്നും വിശദീകരിക്കേണ്ടതില്ല എന്ന് ഹീറോയിൻ പറയുന്നുണ്ടെങ്കിലും നീ തന്നെയല്ലേ എന്റെ പിന്നാലെ നടന്ന് എന്നെ സ്നേഹിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ചാൻസും കൂടി താ. അവനെ വിട്ടിട്ട് നീ എന്റെ കൂടെ വാ. നമുക്ക് പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാം. അതൊന്നും നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട. ഈ കാര്യങ്ങളൊന്നും തന്റെ ഹസ്ബൻഡ് അറിയണ്ട. അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിന്നെ ജീവനോടെ വെച്ചേക്കില്ല എന്നൊരു താക്കീത് രൂപേണ പറഞ്ഞിട്ട് തന്നെ ഹീറോയിൻ അവിടം വിട്ടു പോകുന്നു. ഹീറോയിനും അവളുടെ എക്സ് ലവറും സംസാരിച്ച വിവരങ്ങളൊക്കെ ഹീറോ ഇതിനോടകം തന്നെ അറിഞ്ഞിരുന്നു. അവനൊരു ഭ്രാന്തമായ അവസ്ഥയിലേക്ക് ഇതിനോടകം തന്നെ എത്തിക്കഴിഞ്ഞിരുന്നു. ഇതുവരെ ഇല്ലാത്തൊരു ദേഷ്യഭാവം അവന്റെ മുഖമാകെ നിറഞ്ഞിരുന്നു. ഹീറോയിനാവട്ടെ കുഞ്ഞുമായി ട്രിപ്പ് പോവാമെന്ന് കരുതി അവളുടെ ലഗേജൊക്കെ പാക്ക് ചെയ്യായിരുന്നു. ഹീറോ ഈ സമയമാണ് വീട്ടിലേക്ക് മടങ്ങിയെത്തിയത്. വളരെയധികം വിഷമത്തോടെ തന്നെ ഹീറോ അകത്തേക്ക് ചെന്നിട്ട് നീ ഇപ്പോൾ എവിടെ പോവുകയാണോ? അത്രേ ഉള്ളായിരുന്നു അല്ലേ? അപ്പോൾ എന്നെയും കുഞ്ഞിനെ വിട്ട് നീ പോകാൻ തീരുമാനിച്ചല്ലേ? അന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്ത് കാരണം ഉണ്ടെങ്കിൽ പോലും നിനക്ക് ഞാൻ ഡിവോഴ്സ് നൽകാൻ പോകുന്നില്ല. എൻ്റെ അടുത്ത് നിന്ന് എവിടേക്കും നിന്നെ വിടാനും പോകുന്നില്ല. എൻ്റെ കയ്യിലില്ലാത്തത് എന്താണ് അവൻ്റെ കയ്യിലുള്ളത്? അവനെ നീ ഇത്രത്തോളം സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്നെ ഇത്രയും വെറുക്കുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ അവൻ ചോദിക്കുന്നു. അവൾ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനായി വരുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കുന്ന മട്ടിലല്ലായിരുന്നു അവൻ. അവൾ പറയുന്നതൊന്നും അവന്റെ മനസ്സിന് ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്ന് കരുതിക്കൊണ്ടാവണം അവൾ പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ ഫോഴ്സ് ചെയ്ത് അവൻ അവളെ കിസ് ചെയ്യുന്നു. എത്രത്തോളം പറയാനായി അവൾ ട്രൈ ചെയ്തെങ്കിൽ പോലും അത് പറയാനായി അവൻ സമ്മതിച്ചതുമില്ല. അവസാനം വേദനിക്കുന്നുവെന്ന് ഹീറോയിൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ മാത്രമാണ് താൻ ചെയ്ത തെറ്റിന്റെ ആഴം എത്രത്തോളമാണെന്ന് അവന് മനസ്സിലായത്. ഇത്രത്തോളം മോശമായൊരു പെരുമാറ്റം തന്റെ പക്കൽ നിന്നുണ്ടായല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ അവൻ ചാടി എഴുന്നേൽക്കുന്നുണ്ട്. ദേവി ചെയ്ത് തന്നോട് ക്ഷമിക്കണം. വളരെയധികം മോശമായൊരു പ്രവൃത്തിയാണ് തന്റെ പക്കൽ നിന്നുണ്ടായത്. തന്നോട് ക്ഷമിക്കണം. കുറച്ചു നേരത്തേക്ക് തന്നെ തനിയെ വിടൂ എന്ന് പറഞ്ഞിട്ട് ഹീറോ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അപ്പോഴേക്കും ഹീറോയിന്റെ ഫ്രണ്ട് വിളിക്കുന്നുണ്ട്. മകനല്ല, ഹീറോയ്ക്ക് തന്നെയാണ് ഡിപ്രഷൻ എന്നുള്ള കാര്യം ഫ്രണ്ട് ഇതിനോടകം തന്നെ ഡോക്ടറിൽ നിന്ന് മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. ആ വിവരം ഹീറോയിന്റെ അടുത്ത് അവൾ ധരിപ്പിക്കുന്നു. പെട്ടെന്ന് തന്നെ ഹീറോയുടെ മുറിയിലേക്ക് പോയി അവൾ സാധനങ്ങളെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. മെഡിസിന്റെ ബോക്സുകൾ മാറ്റി വെച്ചിരിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതിനുള്ളിൽ ഡിപ്രഷന്റെ മെഡിസിനും അവൾ കണ്ടെത്തുന്നു. ഹീറോയ്ക്കാണ് ഡിപ്രഷൻ എന്ന് അങ്ങനെ ഹീറോയിൻ കൺഫേം ചെയ്യുന്നു. അതുമാത്രമല്ല ഹീറോയിന്റെ പ്രോഗ്രാമുകളുടെ ടിക്കറ്റ് എല്ലാം അവൾക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ ഒരു പ്രോഗ്രാമിന് പോലും ഹീറോ ചെന്നിട്ടുമില്ല. ഉടനടി തന്നെ ഹീറോയുടെ അസിസ്റ്റന്റിനെ വിളിച്ചിട്ട് തന്റെ പ്രോഗ്രാമിന്റെ ടിക്കറ്റ് എല്ലാം ഹീറോ വാങ്ങി വെച്ചിരിക്കുന്നത് കണ്ടിരുന്നു. പക്ഷെ ഒരു പ്രോഗ്രാമിന് പോലും അവനെ കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ മേഡം എല്ലാ പ്രോഗ്രാമിനും ടിക്കറ്റ് വാങ്ങി വെക്കും, പക്ഷേ മേഡം അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ അപ്സെറ്റ് ആയിട്ട് പ്രോഗ്രാം വരെ നിർത്തി വെച്ചിട്ട് പോയാലോ എന്ന് കരുതിക്കൊണ്ടാണ് പ്രോഗ്രാമിന് വരാതെ കൊണ്ട് എല്ലാം ലാപ്ടോപ്പിലിരുന്നാണ് കാണുന്നതെന്ന് അയാൾ വ്യക്തമാക്കുന്നു. ഇന്ന് ജിന്നിന് എന്താ സംഭവിച്ചതെന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട്. ഷെങ്ങും നിങ്ങളുമായി മീറ്റ് ചെയ്യരുത് അദ്ദേഹം അറിഞ്ഞു. അതിനുശേഷം സാർ വല്ലാതെ ടെൻഷനിലായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഹീറോയിന് എല്ലാ കാര്യങ്ങൾക്കും ഒരു വ്യക്തത വരുന്നുണ്ട്. മുറിയിൽ നിന്ന് ഹീറോയുടെ ഒരു ഡയറി അവൾക്ക് കിട്ടുന്നുണ്ട്. അത് അവൾ എടുത്ത് വായിച്ചു നോക്കുന്നു. അതിൽ എപ്പോഴാണ് ഹീറോയിനും മീറ്റ് ചെയ്തതെന്നും പരസ്പരം എപ്പോഴാണ് ഇരുവരും കണ്ടുമുട്ടിയെന്നും എഴുതിയിട്ടുണ്ടായിരുന്നു.
അവനവിടെ ഹീറോയിനെ 2009 മുതൽ അറിയാമായിരുന്നു. അതായത് ഹീറോയിൻ അവളുടെ കോളേജ് പഠിക്കുന്ന സമയത്ത് ഒരു പ്രോഗ്രാമിന് വയലിൻ വായിച്ചിരുന്നു. അന്ന് മുതൽ അവളെ ലവ് ചെയ്യാൻ അവൻ ആരംഭിച്ചിരുന്നു. എന്നാൽ ഹീറോയെ പറ്റി ഹീറോയിൻ അറിയില്ല. പിന്നീടുള്ള ദിവസങ്ങളിൽ അവളെ കണ്ടപ്പോഴെല്ലാം അവളോടൊപ്പം ഷെങ്ങുമുണ്ടായിരുന്നു. അവനോടൊപ്പം അവളെ കണ്ടിട്ടും ഒരു തരി പോലും ഇഷ്ടം അവളോട് കുറഞ്ഞതുമില്ല. തന്റെ ഇഷ്ടം ഉപേക്ഷിക്കാനും അവന് തയ്യാറായില്ല. എന്നെങ്കിലും അവളെ നേടിയെടുക്കാൻ സാധിക്കുമെന്ന് തന്നെ അവൻ വിശ്വസിച്ചു. അവർ ഇരുവരുടെയും വിവാഹരാത്രിയിൽ പോലും അവൻ അവളുടെ അടുത്തേക്ക് ചെല്ലുന്നത് തന്നെ തീർച്ചയായും അവർ ഇരുവർക്കും ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഒരിക്കലും അവനെ ഉപേക്ഷിച്ച് അവൾ പോകില്ല എന്നും പതിയെ പതിയായെങ്കിലും അവള് അവനെ സ്നേഹിച്ചു തുടങ്ങുമെന്ന വിശ്വാസത്തിലുമാണ്. ആ ഒരു കാരണത്താലാണ് അന്ന് അങ്ങനെ ഒരു മണ്ടത്തരം താൻ കാണിച്ചു കൂട്ടിയെന്നും അവൻ ആ ഡയറിയിൽ എഴുതിയിരുന്നു. അവൾക്കാവട്ടെ തന്റെ അച്ഛനമ്മമാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വിവാഹം മാത്രമായിരുന്നു അത്. അവൾ ഒരിക്കലും ജെന്നിനെ സ്നേഹിച്ചിട്ടുമില്ല. അവൾ ഷെങ്ങിനെയായിരുന്നല്ലോ ലവ് ചെയ്തുകൊണ്ടിരുന്നത്. ഇൻട്രസ്റ്റ് ഇല്ലാഞ്ഞിട്ടും അവനെ എതിർക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് അവൾ അങ്ങനെ ഒരു പ്രവൃത്തിക്ക് നിന്നുകൊടുത്തത് പോലും. അതുമാത്രമല്ല, നീ എന്നെ കൊന്നാൽ പോലും നിന്നോടുള്ള എന്റെ ഇഷ്ടം എന്റെ മനസ്സിൽ തന്നെ ഉണ്ടാവുമെന്നും ഹീറോ ആ ഡയറിയിൽ എഴുതിയിരുന്നു. ഇതൊക്കെ വായിച്ച് ഹൃദയം തകർന്ന വേദനയിൽ തന്നെ അവൾ കരയുന്നുണ്ട്. അതുപോലെ ഹീറോയിൻ പുറത്തുനിന്ന് വല്ലാതെ ഫീൽ ചെയ്ത് കരയുന്നുണ്ടായിരുന്നു. സഡനായി തന്നെ ഹീറോയിൻ പിന്നാലെ വന്ന് അവനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. എപ്പോഴും നീ തന്നെയല്ലേ തീരുമാനങ്ങൾ ആദ്യം എടുക്കുന്നത്? ഇതുവരെയും തന്റെ മനസ്സിലുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്ന് ചോദിച്ചുകൊണ്ട് ഹീറോയിൻ അവനെ ചേർത്ത് പിടിച്ച് കരയുന്നു. ഇത്രയും നാളും നിന്നെ മനസ്സിലാക്കാതെ ഉപേക്ഷിച്ചു പോയവൾ ഞാൻ തന്നെയാണ്. തെറ്റ് എന്റെ ഭാഗത്താണ്. നീ എന്നോട് ക്ഷമിക്കണം. ഇപ്പോൾ ഞാനും നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഈ സന്തോഷകരമായ ലൈഫ് ഞാൻ ഒരുപാട് മിസ് ചെയ്തു എന്ന് പറഞ്ഞ് ഹീറോയിൻ വല്ലാതെ ഫീൽ ചെയ്ത് കരയുകയും അവനെ കിസ് ചെയ്യുകയും ചെയ്യുന്നു. അതിനുശേഷം അവനെ ഒരു ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുപോയി അവന് മിസ്സായി പോയ എല്ലാ മ്യൂസിക്കുകളും അവന്റെ മുമ്പിൽ വെച്ച് തന്നെ വളരെയധികം സ്നേഹത്തോടെ അവൾ വായിക്കുന്നുണ്ട്. ദയവ് ചെയ്ത് ഇനിയും നീ ഒരു വിഡ്ഢിയെ പോലെ പെരുമാറരുത്. മറ്റൊന്നും വിചാരിച്ചു കൂട്ടുകയും ചെയ്യരുത്. ഇതുവരെയും എന്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ. ഞാൻ നിന്നെയാണ് സ്നേഹിക്കുന്നത്. എന്റെ ലൈഫിൽ ഇനി നീയും നമ്മുടെ മകനും മാത്രമേ കാണൂ എന്ന് ഹീറോയിൻ തറപ്പിച്ചു പറയുന്നു. ഹീറോ അവിടെ സന്തോഷത്തോടെ തന്നെ ചേർത്ത് പിടിക്കുന്നുണ്ട്. സന്തോഷം കൊണ്ട് തന്നെ ഇരുവരുടെയും കണ്ണുകൾ നിറഞ്ഞു. പിറ്റേ ദിവസം അച്ഛനും മകനും വേണ്ടിയിട്ടുള്ള ഫുഡ് താൻ തന്നെ പ്രിപ്പയർ ചെയ്തോളാന്ന് പറഞ്ഞ് ഒരുപാട് വിഭവങ്ങളൊക്കെ ഹീറോയിൻ ചെയ്തു വെക്കുന്നുണ്ട്. എന്നിരുന്നാലും അത് വായി വെക്കാൻ കൊള്ളില്ലായിരുന്നു. മകനാവട്ടെ അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് കഴിച്ചപ്പോഴേ വല്ലാതാവുന്നുണ്ട്. അവന്റെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടിട്ട് തന്നെ ഹീറോ ഫുഡ് കൊള്ളില്ല എന്ന് പറയരുതെന്നും സൈലന്റായി തന്നെ അത് കഴിച്ചോ എന്നൊരു സിഗ്നലായിരുന്നു ഹീറോവിന് നൽകിയിരുന്നത്. എന്നിരുന്നാലും അതുപോലെ തന്നെ കുഞ്ഞും അനുസരിക്കുന്നുണ്ട്. ഹീറോയിനും അത് കഴിച്ചു നോക്കുന്നുണ്ട്. വായിൽ വെക്കാൻ പോലും കൊള്ളില്ല എന്ന് എടുത്തു വെച്ചപ്പോഴേ അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അവൾ അത് തുപ്പിക്കളയുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ കഴിക്കുന്നു എന്ന് മട്ടിൽ തന്നെ അവൾ ഇരുവരെയും മാറി മാറി നോക്കുന്നുണ്ട്. തുടർന്ന് ഹീറോ ആവട്ടെ ഹീറോയിന് ഒരു വയലിൻ സമ്മാനമായി നൽകുന്നു. ഇതിനപ്പുറവും നീ നിന്റെ മ്യൂസിക് കണ്ടിന്യൂ ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം. ഞങ്ങളോടൊപ്പം നീ വീട്ടിലുണ്ടായിരുന്നാൽ മാത്രം മതി. നിന്റെ കഴിവുകൾ ഈ വീട്ടിനുള്ളിൽ ഒതുക്കാൻ എനിക്ക് യാതൊരു താല്പര്യവുമില്ല. എല്ലാവരും നിന്നെ കാണുകയും നിന്റെ കഴിവ് മനസ്സിലാക്കുകയും ചെയ്യണം. അതുമാത്രമല്ല, നിന്റെ മ്യൂസിക് എത്ര പേർക്ക് റിലാക്സേഷൻ നൽകുന്നുണ്ടെന്നറിയാമോ? അതുകൊണ്ട് തന്നെ നീ ഈ മ്യൂസിക് കണ്ടിന്യൂ ചെയ്യണമെന്ന് ഹീറോ പറയുന്നു. ഹീറോയിന് ഇതിൽ പരം ഒരു സന്തോഷമില്ലായിരുന്നു. ഇതിനുശേഷം വിദേശത്തൊക്കെ പോയി അവൾ പ്രോഗ്രാം ചെയ്യാമെന്ന് തീരുമാനിക്കുന്നുണ്ട്. നൈറ്റ് കുഞ്ഞുറക്കിയതിനു ശേഷം അവരിരുവരും സംസാരിക്കുന്നുണ്ട്. കുഞ്ഞിനാണ് ഡിപ്രഷൻ എന്നാണ് ഞാൻ കരുതിയത്. പിന്നീടാണ് നിങ്ങൾക്കാണെന്ന് മനസ്സിലായത്. ഞാൻ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചു, വിഷമിപ്പിച്ചു. എന്നോട് ക്ഷമിക്കണം. ഇനി ഒരിക്കലും ഈ ജീവിതത്തിൽ നമ്മൾ പിരിയില്ല എന്ന് പറഞ്ഞ് എന്നെ ഹീറോയിൻ വാക്ക് കൊടുക്കുന്നു. ഞാൻ അങ്ങനെയാണ് നിന്നെ വിശ്വസിക്കുക. ഒരു കാര്യം ചെയ്യും, എനിക്കൊരു മോളെയും കൂടി തന്നിട്ട് പോക്കോ, അപ്പം ഞാൻ വിശ്വസിക്കാന്ന് പറഞ്ഞ് അവളെ കിസ് ചെയ്യാനെ അടുത്തേക്ക് പോകുന്നുണ്ടെങ്കിലും അയ്യേ പോവെന്ന് പറഞ്ഞ് ഹീറോയിൻ തള്ളിക്കളയുന്നുണ്ട്. അങ്ങനെ വിദേശത്തൊക്കെ പോയി കൺസർട്ടൊക്കെ നടത്തി മടങ്ങിയെത്തുന്ന ഹീറോയിനെ കൂട്ടിക്കൊണ്ടുപോകാനായി മകനും ഹീറോയും ഫ്ലവർ ബൊക്കെയുമായി നിൽക്കുന്ന എടുത്ത് നമ്മുടെ ഡ്രാമ അവസാനിച്ചിരിക്കുകയാണ്. നല്ലൊരു ഹാപ്പി എൻഡിങ്ങിൽ തന്നെയാണ് നമ്മുടെ ഡ്രാമ അവസാനിച്ചിരിക്കുന്നത്. നമ്മുടെ ഹീറോ ആവട്ടെ നല്ലൊരു പെർഫെക്റ്റ് ഹസ്ബൻഡ് മെറ്റീരിയൽ തന്നെയാണ്. ഡ്രാമയിൽ കുറച്ച് കൂട്ടുകാർ എന്നോട് പേര് പറയാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഹായ് അൻഷ, ഷഫ, നിങ്ങൾക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും ഡ്രാമ കണ്ടാൽ കമൻറ്റ് ചെയ്യുക. മറക്കാതെ തന്നെ എക്സ്പ്ലനേഷൻ എങ്ങനെയുണ്ടായിരുന്നു പറയുക. തീർച്ചയായും പുതുതായി നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ഓപ്ഷൻ കൊടുക്കാനും മറക്കണ്ട. അതുപോലെ എക്സ്പ്ലനേഷൻ എങ്ങനെയുണ്ടായിരുന്നും കൂടെ പറയുക. പുതിയൊരു ഡ്രാമയുമായി ഉടനടി തന്നെ കാണാം. വീണ്ടും കാണും വരെ ബൈ ബൈ.